So, hi Eldho. Hi. Welcome to Intellectuals. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലുള്ള പരിചയം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 8 yearsന്റെ ഒരു പരിചയമുണ്ട്. ഹൗ ഐ നോ യു ഇസ് ആസ് എ നാച്ചുറലിസ്റ്റ്, എവല്യൂഷനിസ്റ്റ്, someone who's very close with nature. അങ്ങനത്തെ കുറേ ബ്രാക്കറ്റുകൾ കുറച്ചുകൂടെ. അപ്പോൾ അത് ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ഐ ബീൻ ഫോളോയിങ് യു വെരി ക്ലോസ്ലി ഫോർ these many years. In your own words, Eldho, just for the benefit of our viewers and our audience, can you give us a brief intro about yourself? സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചില ബ്രാക്കറ്റുകൾക്കകത്താക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ഞാൻ എല്ലാമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എനിക്കെല്ലാം ഇഷ്ടമാണ് ആക്ച്വലി. എല്ലാ വിഷയങ്ങളെ പറ്റി പഠിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നാച്ചുറലിസ്റ്റ് എന്നോ അല്ലെ എവല്യൂഷനിസ്റ്റ് ഇതെല്ലാം ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആർക്കിടെക്റ്റ് ആയിരുന്നു, 16 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. പരിണാമമാണ് ലൈഫിന് അടിസ്ഥാനം, അല്ലെ എവല്യൂഷനാണ് ലൈഫിന് അടിസ്ഥാനം എന്നുള്ളത്. അതായത് ലൈഫ് മാത്രമല്ല ഇവോൾവ് ചെയ്യുന്നത്, ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഭാഷ ഇവോൾവ് ചെയ്യുന്നുണ്ട്, സയൻസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇടപെടുന്ന ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതിൻ്റെതായ രീതിയിൽ കാലങ്ങൾക്കൊത്ത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് മനുഷ്യൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥ, എൻവയോൺമെൻ്റൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു എവല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് പെട്ടെന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ വലിയ ഒരു പ്രശ്നമായിട്ടുണ്ടാകുകയല്ല. അതിനൊരു തുടക്കമുണ്ട്, അത് ചെറുതായിട്ട് തുടങ്ങി കാലങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്യുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് വന്ന് നിൽക്കുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും കുറച്ചുകൂടെ സുഖകരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിന് അതെങ്ങനെ എവല്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിൾസ് എങ്ങനെ, അല്ലെ എവല്യൂഷൻ്റെ നിയമങ്ങൾ എങ്ങനെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള, സുഖകരമായിട്ടുള്ള, കൂടുതൽ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു പഠനവും പരീക്ഷണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബേസിക്കലി താങ്കളുടെ ഒരു പെർസ്യൂട്ടും താങ്കളുടെ സർനെയിമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലില്ല, അത് വീട്ടുപേരാണ്. ചിലപ്പോൾ കോയിൻസിഡൻസ്. വീട്ടുപേരിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ എൻ്റെ വീട് എങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു എന്നുള്ള ഒരു സാധനം മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയേക്കുന്ന അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസും പ്രകൃതിയുമായിട്ടും മണ്ണുമായിട്ടും മനുഷ്യനുമൊക്കെ ആയിട്ട് ഇടപെടാൻ കിട്ടിയേക്കുന്ന ആ അവസരങ്ങൾ ചിലപ്പോൾ എൻ്റെ ജീവിത രീതിനെയും അല്ലെങ്കിൽ ഇന്ന് ഉള്ള എന്നെയൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Can you tell us a little bit about the habitat that you've developed and what is it all about? What are the underlying philosophies? അതിനെ പറ്റി കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. സരീഷ് പറഞ്ഞ പോലെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റാത്തതല്ല, ഇതിൻ്റെ അകത്തുണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണ്. അതായത് ലൈഫ് ആദ്യമായിട്ടുണ്ട്, ഒരു സിംഗിൾ സെൽ ഓർഗാനിസമായിട്ടാണ് ലൈഫ് ആദ്യം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം ഒരു സാഹചര്യങ്ങളും മാറ്റാതെ അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല. ആ മാറ്റങ്ങൾക്കൊത്തുണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ ഡൈവേഴ്സിറ്റിയുടെ കാരണം. പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവുന്നതും ഇതിന്റെ എല്ലാ അടിസ്ഥാനം മാറ്റങ്ങളാണ്. പരിണാമം തന്നെ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത്. ഒരു ജീവി അതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുക. സ്വാഭാവിക പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യമായിരിക്കും. സ്വാഭാവിക പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അത് ഇവോൾവ് ചെയ്ത് വന്ന, ഞാനതിനെ 5 കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അതായത് അത് ജീവിച്ചു വന്ന കാലാവസ്ഥ, അതിന് പരിചയം ഉണ്ടായിരുന്ന വെള്ളം, വായു, ഭക്ഷണം, സഹജീവികൾ. ഈ 5 കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായാൽ, അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, നമ്മുടെ ഒരു അഡാപ്റ്റബിലിറ്റി റേഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദ്രുത പരിണാമം, ഒരു ഫാസ്റ്റ് എവല്യൂഷൻ നടക്കും. അതായത് പുതിയതായിട്ട് മാറി വന്ന ആ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ജീവിക്ക് മാറ്റമുണ്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ജീവിക്ക് അതിനൊത്തുള്ള മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്.
അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവില്ല. മനസ്സിലായി. അത് ജസ്റ്റ് സോറി ടു ഇന്റർജെക്ട്, അത് താങ്കൾ പറയുന്ന ഒരു രീതിയിൽ മാനുഫാക്ചേർഡ് മാറ്റമാണോ? ഏത് തരത്തിലുള്ള മാറ്റമായാലും ഇപ്പോ ഒരു ജീവി ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രത്യേക ഭക്ഷണമാണ് അവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്, ഒരു പ്രത്യേക കാലാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഭക്ഷണം ഇല്ലാതായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രഡേറ്ററിന്റെ അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ ജീവി അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുകയോ അതിന് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിക്ക് ആ പുതിയ മാറ്റത്തിനനുസരിച്ചുള്ള പരിണാമം സംഭവിക്കണം. ഓക്കെ. ഈ പുതിയ ഹാബിറ്റാറ്റിലുള്ള മാറ്റം താങ്കൾ പറഞ്ഞല്ലോ, ഇത് താങ്കൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്, അത് മോശമായുള്ളൊരു ഒന്നും മോശമല്ല. ഈ സീബ്രയുടെ കഥ എന്ന് പറയും. അതായത് സീബ്ര ഇതുപോലെ കുതിരയുടെയൊക്കെ ഷേപ്പിലുള്ള പല കളറിലൊക്കെ ഉള്ള ഒരു ജീവിയായിരുന്നു അവരുടെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന ജീവി. അത് സീബ്രയായിട്ട് ഇവോൾവ് ചെയ്യാനായിട്ട് സിംഹം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവര് മൈഗ്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടായ മൈഗ്രേഷൻ ആയിരിക്കും. ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവർക്ക് ഫുഡ് ഇല്ലാതിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായതുകൊണ്ടോ അവരൊരു സ്ഥലത്തു നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് സിംഹമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. സിംഹമുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നീളമുള്ള പുല്ലുകളുടെ ഇടയിൽ ഇവർ നിൽക്കുമ്പോൾ സിംഹത്തിന് ഇവരെ നാച്ചുറലി ഇവരെ സിംഹത്തിന്റെ ഫുഡായിട്ട് കാണും, ഇവരെ പിടിക്കാൻ വരും. അപ്പോൾ ശരീരത്ത് പുല്ലിന്റെ ഇലയുടെ ഷേപ്പിൽ വരകളുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു വര ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും മറ്റേ ജീവികളിൽ നിന്നും വരയില്ലാത്തവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചെറിയൊരു അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും. അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണെന്നാണ് പറയുന്നത്. അതും അവരുടെ മോണോക്രോമിലാണ് അവർ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു കളറിലേക്ക് എത്താനും അവരുടെ ഡിസൈൻ അതുപോലെ ആവാനുമായിട്ട് അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വേറൊരു സംഭവം കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഈ പ്രഡേറ്റർ സിംഹമായാലും ടൈഗർ ആയാലും ഒരു സീബ്രയിലായിരിക്കും ലോക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിനെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇടയില് ഓടുമ്പോഴും വേറൊന്ന് ചാടുമ്പോഴും ഇതിന്റെ ഈ ഇതെല്ലാം ഒരു താങ്കൾ പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ റീസൺ ഒരു കൃത്യമായിട്ട് ഒരു പ്രത്യേക റീസൺ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും, പലതരത്തിലുള്ള റീസൺസ്. അതിന്റെ ഒരു പ്രധാന റീസൺ ആണ് നമ്മൾ എപ്പോഴും പ്രൊജക്ട് ചെയ്ത് പറയാ ഇതാണ് റീസൺ എന്നൊക്കെ. അതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രകൃതി കാണുന്ന എന്ത് പ്രതിഭാസവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവല്യൂഷണറി ആയിട്ട് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ പറ്റും. ഏത് പ്രതിഭാസവും ഇന്ന് കാണുന്ന ഏത് പ്രശ്നങ്ങളും എല്ലാം നമുക്ക് എവല്യൂഷണറി ആയിട്ട് കാണാനും അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ പറയുന്ന വെച്ചാലേ സത്യം പറഞ്ഞാല് എൽദോ പറയുന്നത് ബിക്കോസ് ഓഫ് സർട്ടൻ ഇന്റർവെൻഷൻസ് വെദർ മാൻ മെയ്ഡ് ഓർ നാച്ചുറൽ ദർ ആർ സർട്ടൻ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഇമ്പാക്റ്റഡ് അവർ ലൈഫ് സ്റ്റൈൽ. അതല്ലേ ഞാൻ this is my broad understanding. Let's say human beings into the closest ancestor evolved in Africa around 2.5 million years ago. Around 2 million years ago, some of these earliest ancestors went out of Africa and spread into Eurasia and became Neanderthals and Homo erectus and Denisovans. That is very one. Exactly or approximately 200,000, 2 lakh years back, the first humans evolved in Africa. നമ്മുടെ Homo sapiens എന്ന് പറയുന്ന evolved in Africa. Modern human beings എന്ന് പറയുന്നത്. Correct. Some 70,000 years back, and scientists have not been, archaeogeneticists have not been able to clearly identify, but there has been an intellectual unlock 70,000 years ago, and that is when the out of Africa phenomenon happened. And they started migrating and spreading across the world. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് 2 lakh വർഷങ്ങൾ മുമ്പേ ഉണ്ടായ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, ജനറ്റിക് സ്ട്രക്ചർ ഇന്നത്തെ ഹോമിയോസേപ്പിയൻസ് ഓൾമോസ്റ്റ് വെർച്വലി സെയിം ആണ്. ഈ ഇപ്പം നമ്മൾ കാണുന്ന പ്രോബ്ലംസ് ഇസ് ഇറ്റ് ബിക്കോസ് ബയോളജിക്കലി ഫിസിക്കലി we've remained the same, but intellectually we've progressed, but our bodies have not kept pace with this change in the theory ഉണ്ടെങ്കിൽ how accurate is that and what is your point of view on that? ഡേറ്റയാണല്ലോ നമ്മൾ ഇന്റലക്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പോലും ഡേറ്റയാണ്. അത് നമുക്ക് ഡേറ്റ കൈമാറാനും നമ്മുടെ
വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൈമാറി കൊടുക്കാനും അവർക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നതുകൊണ്ടുണ്ടാകുന്ന, അതായത് ഇപ്പോഴും വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ. അവിടെ കൂടുതൽ ഡേറ്റ, അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ പറ്റി പറയുന്ന വേറൊരു അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റി പല തിയറീസും ഉണ്ടല്ലോ. അതായത് മീറ്റ് തിന്നാൻ തുടങ്ങിയപ്പോഴാണ്, കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ന്യൂട്രിയൻസ് കിട്ടിയപ്പോഴാണ് ബ്രെയിൻ വളർന്നത് എന്നൊക്കെ അങ്ങനെ 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 പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഭാഗം ശരീരത്തിന്റെ ഏതൊരു പ്രത്യേക ഓർഗനോ അല്ലെങ്കിൽ ബുദ്ധിയോ ഒക്കെ വളരും, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഒരു സമയത്ത് സംഭവിച്ചതായിരിക്കാം അല്ലേ? എങ്ങനെയായിരിക്കും നമ്മുടെ മസിൽ വളരുക? അത് വർക്കൗട്ട് ചെയ്യണം. അതിന് ആവശ്യത്തിന് വർക്കൗട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മസിൽസിന് വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ എന്താണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ബ്രെയിനിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഡേറ്റാസ് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള തരത്തിലുള്ള വളർച്ച ഉണ്ടാവും. അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ ഇപ്പോൾ പട്ടി അല്ലെങ്കിൽ സിംഹം എത്ര കാലമായിട്ട് മീറ്റ് കഴിക്കുന്നുണ്ട്? കാർണിവോറസ് ആയിട്ടുള്ള ഒത്തിരി ജീവികൾ മീറ്റ് കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ പൂച്ചയായാലും പട്ടിയായാലും ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത മീറ്റും കുക്ക് ചെയ്ത ഭക്ഷണമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒന്നും വളരില്ല എന്നുള്ളതാണ്, ഫാറ്റ് മാത്രമേ വളരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ കൂടുതൽ ഈ ഏർലി ഇന്ത്യൻസ് ജീൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം അതായിരിക്കും. എന്നെ പിടിച്ചെടുത്ത് ബിക്കോസ് ഐ എം പ്രോഗ്രസിങ് പിടിച്ച് ഞാനൊരു സയന്റിസ്റ്റായി അമേരിക്കയിൽ പോയി ഇരിക്കുമ്പോൾ ഐ ഹാവ് ടു അഡാപ്റ്റ് ടു അവിടുത്തെ കൾച്ചർ എക്സെപ്ഷൻസ്. ഇറ്റ് ഡസന്റ് മിസ്മാച്ച് ഹിയർ. While I know that I am progressing intellectually, this thing, but at the same time my physical aspects are still more conducive to this environment. But I am not understanding that, correct? That's where your expertise comes in. Saying that if you want to keep your body healthy, there are certain truths that you need to understand. ഇതല്ലേ ഒരു ഫിലോസഫി? അതിനകത്ത് നമുക്ക് നേരത്തെ സരീഷ് പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. അതിനപ്പുറത്ത് പോയി കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവിടെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട, അവൈലബിൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം 100% രോഗങ്ങളെന്നും ആരോഗ്യ പ്രശ്നങ്ങളെന്നൊക്കെ വിളിക്കുന്ന 100% കാര്യങ്ങളും പരിണാമമായിട്ട്, അത് പരിണാമത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗം. അത് പരിണാമത്തിന്റെ, അതായത് രോഗങ്ങളും മരണങ്ങളും അനാരോഗ്യകരമായ അവസ്ഥയില്ലാതെ പരിണമിക്കാനാവില്ല. പരിണാമം നടക്കുന്നത്, അതായത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു പോളിഷ്ഡ് വേർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലേ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വേർഡ് നാച്ചുറൽ എവിക്ഷൻ എന്ന് പറയുന്നതായിരിക്കും. പ്രകൃതി നിഷ്കാസനം എന്ന് പറയുന്നതായിരിക്കും. പ്രകൃതി ഡിസ്കാർഡിംഗ് ഓഫ് ദ വീക്ക്. അതെ. ആ പുതിയ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആ മാറ്റത്തിന് പറ്റാത്ത ആൾക്കാർ പതുക്കെ രോഗങ്ങൾ വന്നും പലതരത്തിലുള്ള അനാരോഗ്യകരമായ അവസ്ഥയ്ക്കിടെ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ആ ജീനിന് കണ്ടിന്യൂ ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് പോലും. അപ്പോൾ 100% രോഗങ്ങളും 100% ഒരൊന്നുപോലും ഒഴിവാക്കാൻ 100% രോഗങ്ങളും ഈ പരിണാമത്തിന്റെ നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അതിലൂടെ മാത്രമേ പരിണമിക്കാനാവുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി, കാലാവസ്ഥ മാറിയാൽ നമുക്ക് അസുഖങ്ങളുണ്ടാവും. വെള്ളം, ഭക്ഷണം, സഹജീവികൾ മാറിയാലും ഉണ്ടാവും കേട്ടോ. സഹജീവികൾക്ക് നമ്മുടെ ഒപ്പം ജീവിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഉറുമ്പ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ്, അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷെ ഇവരെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഡ്യൂട്ടി ഈ ലൈഫിന്റെ, ഈ ആരോഗ്യകരമായിട്ടുള്ള മൊത്തത്തിൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല പറയുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ, അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജീവികളുടെയും ആരോഗ്യകരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് ഈ ഓരോ ജീവിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡ്യൂട്ടി ഉണ്ട്. എല്ലാ ജീവികൾക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്.
ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പൂമ്പാറ്റ തേൻ കുടിക്കുമ്പോൾ പരാഗണം നടക്കുന്നത് അവരുടെ അത്തരത്തിലാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ആ മുന്നോട്ട് പോക്കിന് അവരൊരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാംഡ് ആണ്, അവര് കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. ഒരിക്കലും ഒരു പൂമ്പാറ്റ രാവിലെ കുറെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട്, ഇത് മൊത്തം പോളിനേറ്റ് ചെയ്ത് തീർക്കണമല്ലോ ഇന്ന് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ സന്തോഷത്തോടെയാണ്, അവരുടെ ഫുഡാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഫുഡിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുഡിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ഡ്യൂട്ടി നടത്തപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം 100% എന്ന് പറയാൻ പറ്റുമെങ്കിലും ഒരു 90% ഡ്യൂട്ടികൾ നടക്കപ്പെടുന്നത് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. ഓരോ അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന കുറേയേറെ ജീവികളുണ്ടെന്ന് വെച്ചു, ഒരു ആയിരക്കണക്കിന് സ്പീഷീസ് അവിടെ ഉണ്ടാവും. പക്ഷേ അവരെല്ലാം ജീവിക്കുന്ന കാലാവസ്ഥ ഒന്നായിരിക്കും, കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ അതിൻ്റെ ക്വാളിറ്റി ഒന്നായിരിക്കും, എയറിൻ്റെ ക്വാളിറ്റി ഒന്നായിരിക്കും, അതുപോലുള്ള സഹജീവികൾ ഒന്നായിരിക്കും. പക്ഷെ എല്ലാവരുടെയും ഭക്ഷണം വ്യത്യസ്തമായിരിക്കും. 2 ജീവികളില്ല, ഒരേ ഭക്ഷണം കഴിക്കുന്ന 2 ജീവികളില്ല. ഇപ്പോൾ മീറ്റ് കഴിക്കുന്ന ജീവിയാണേലും ഇപ്പോൾ കടുവ കാട്ടുപോത്തിനെ പിടിക്കുമ്പോൾ ലെപ്പേഡ് മാനിനെയാണ് പിടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ ഓരോരുടെ ഫേവറേറ്റ് ഫുഡും അവരുടെ മെയിൻ ഫുഡും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അവർ പിടിക്കുന്ന രീതിയും അവർക്കുള്ള അതിനുള്ള എക്യുപ്മെന്റ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ മനുഷ്യനും കുരങ്ങും വളരെ അടുത്ത ബന്ധുക്കളാണെന്ന് പറയുമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, കണ്ടെത്തുന്ന രീതിയിലും. ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണം കണ്ടെത്തുന്ന രീതിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിന് അത്തരത്തിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭക്ഷണത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു കണക്ഷൻ, ആ ഡ്യൂട്ടിയുടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതിൽ പോലും വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ്. അത് പറഞ്ഞൊരു കാര്യത്തില്ലേ, എനിക്ക് ചിലവര് ഈ പറഞ്ഞ ഫിലോസഫി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് തിങ്സ് വിൽ ഗോ ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്ലോ. അതിൽ ദ വൺസ് ഹു കാൺ സർവൈവ്, കാൺ അഡാപ്റ്റ്, കാൺ ഫിറ്റ് വിൽ ഫോൾ ആൻഡ് ഡൈ ആൻഡ് ബി എലിമിനേറ്റഡ് ഇൻ ദ വേ സൈഡ്. പക്ഷെ ഡസ് ഇറ്റ് ഗിവ് യു പെർമിഷൻ, ഇപ്പോൾ ഈ പ്രിസർവേഷൻ, പ്രൊട്ടക്ഷൻ, കൺസർവേഷന് ശ്രമിക്കുന്ന ആൾക്കാർ, ആർ വി ഇൻ എ വേ ടു ഇന്റർപ്രറ്റ് ദാറ്റ് ദിസ് ഷുഡന്റ് ഹാപ്പൻ ബിക്കോസ് എനിവേ things that will not survive will have to go. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വരാം ചിലവർ കേൾക്കുമ്പോൾ. പരിണാമത്തെ ബേസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹിറ്റ്ലർ ആയിട്ടാണ് സംസാരിക്കുന്നത് വേണേൽ പറയാം, അങ്ങനെ വേണേൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെയല്ല സംസാരിക്കുന്നത്. അത് അതിന്റെ ശരിയായ ഒരു അർത്ഥത്തിൽ എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ വഴി. അല്ലാതെ shouldn't be misconstrued. ഞാൻ ചോദിക്കുന്ന ബട്ട് വാട്ട് ഈസ് ഈ കൺസർവേഷനും പ്രിസർവേഷനും റീക്ലമേഷനും ഇതിന് ശ്രമിക്കുന്ന ആൾക്കാർ, അത് ആ ഒരു മൂവ്മെന്റിനെ പറ്റി എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ആക്ടിവിസം കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തിങ്സ് വിൽ ഹാപ്പൻ. അതിലോട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് വരാം. പറഞ്ഞ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഡിപ്ലോമാറ്റിക് ആണെങ്കിലും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിലോട്ട് ഞാൻ വരാം. ഇപ്പം എല്ലോടെ ഇപ്പോഴത്തെ ഒരു ഹാബിറ്റായിട്ടും കമ്മ്യൂൺ ഫിലോസഫിയെ പറ്റി കുറച്ച് വിവരിക്കാം. എവിടെയാണ്, വേർ ആർ യു സ്റ്റേയിങ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് പ്ലേസ്, വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ, വാട്ട് ഇസ് ദി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫിലോസഫിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, അതിൽ കുറച്ച് ഫീച്ചേഴ്സ് അതിനെപ്പറ്റി ഒന്ന് പറയാം ഫോർ ആർ വ്യൂവേഴ്സ് ആൻഡ് ലിസണേഴ്സ്. ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഇടുക്കിയിലെ സ്വർഗംമേട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആ പേരിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുക, അതായത് മനുഷ്യൻ അല്ല ഏത് പാക്ക് ആനിമലിൻ്റെയും ഫണ്ടമെന്റൽ യൂണിറ്റ് അത് കമ്മ്യൂണിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഒന്നുമില്ല. ഈ പറയുന്ന പേരിലും എഴുത്തിലും ഒക്കെ ഉള്ളൂ നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്നത്. അതിനപ്പുറത്തോട്ട് ലൈഫിൻ്റെ എസെൻഷ്യൽ നീഡ്സിൽ നമ്മൾ അവിടെയെല്ലാം ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് അതിൻ്റെ റിസൾട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാവണം എന്നുള്ള ഐഡിയയിലാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അതൊരു കമ്മ്യൂണിറ്റി സ്പേസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നതും
അത്തരത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട താമസ സ്ഥലം അതായത് ഞാൻ പറയുന്നത് പുറത്തുനിന്ന് കുറച്ച് പണിക്കാരെയൊക്കെ വിളിച്ച് അവിടെ കളിപ്പിച്ച് എന്തെങ്കിലും നടിയിപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട് അവരെ കൊണ്ട് പറിപ്പിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിലല്ല. എല്ലാ പണി 100% പണികളും ആ പണികൾ ചെയ്യുന്നതിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് അഗ്രികൾച്ചറാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഈ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ കൃഷിപ്പണി ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഈ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ വളരെ കാലമായിട്ട് കൃഷി, അതായത് പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കാതെ, നേരത്തെ സരീഷ് ചോദിച്ച പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ കഴിക്കുക, നമുക്കിതെല്ലാം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതല്ല, നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് വരുന്നിടത്തു നിന്നാണ് നമ്മുടെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് നടന്നേക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രകൃതിയുടെ പല കാര്യങ്ങളെയും വേണേ അവഗണിക്കാം, വേണ്ടാന്ന് വെക്കാം എന്നൊക്കെ ഉള്ളൊരു തോന്നല്, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണല്ലോ ഭക്ഷണം, അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു നിലയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ കൃഷിയെന്ന് വിളിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ആ പ്രകൃതിയെ ആശ്രയിച്ചല്ല ജീവിച്ചത്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൂടുതൽ സ്ഥലവും ക്യാഷ് ക്രോപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമയത്ത് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് തുടങ്ങണമെങ്കിൽ പോലും അല്പം കൃഷി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാകാനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ചുറ്റുവട്ടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ സസ്റ്റൈനബിൾ ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ആന്ധ്രയിൽ നിന്ന് അരിയും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും വന്നില്ലെങ്കിലും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിക്കും, സർവൈവ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയിലുള്ള ആൾക്കാർ, ഞങ്ങളിപ്പോൾ ഒരു 10-15 പേരുണ്ട് അവിടെ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം. അതായത് വെള്ളം ഉണ്ടാക്കണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് വേണ്ടി വരില്ല. ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആവർത്തന കൃഷി വേണ്ട സാധനങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ, അതായത് കൃഷിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കൃഷി ചെയ്ത് 3 മാസം കഴിയുമ്പോൾ വിളവ് കിട്ടണം, അതെങ്ങനെയും വേവിച്ച് തിന്നാൻ പറ്റണം എന്നുള്ളൊരു തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളതൊന്നുമില്ല. ഞങ്ങൾ നടുന്നതെല്ലാം അവിടെ നിന്ന് വളർന്ന് ജനറേഷൻസിന് ഭക്ഷണം തരുന്ന തരത്തിലുള്ള ഒരു ഫുഡ് ഫോറസ്റ്റ് എന്നുള്ളൊരു നിലയിലാണ് ഞങ്ങൾ ആ സ്പേസ് നാച്ചുറൽ ആൻഡ് റാൻഡംനെസ് ആസ് പോസിബിൾ. തീർച്ചയായിട്ടും ആ റാൻഡംനെസ്സിലാണ് എല്ലാം നിലനിൽക്കുന്നത്. അത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു പ്രത്യേക പഴത്തിന്റെ തോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിള മാത്രം ഉണ്ടാക്കുന്ന പ്ലാന്റേഷൻസോ അങ്ങനെയൊന്നുമില്ല. ഇത് അവിടെ ഉണ്ടായിരിക്കുന്ന കൂടുതൽ ചെടികളും ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തിട്ട സീഡ്സ് മുളച്ചതാണ്. ഞങ്ങൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന്, അങ്ങനെ ഉണ്ട് കേട്ടോ, നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നടുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളേറെ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലും പഴവർഗ്ഗങ്ങളും ആ ചുറ്റുവട്ടത്തുണ്ടാവുന്ന സാധനങ്ങൾ ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു. കൂടുതൽ പഴവർഗ്ഗങ്ങളും. ഇപ്പം മീറ്റ് വേണമെങ്കിലും മീറ്റ് ഞങ്ങളുടെ സ്പേസിൽ അവിടെ ഉണ്ട്. അവിടെ കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, കുതിരയുണ്ട്. ഏത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള നമുക്ക് ചുറ്റുവട്ടത്ത് നമുക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ജീവികളെല്ലാം ഞങ്ങൾ വളർത്തുന്നുണ്ട്. കുതിരയുണ്ട്. കുതിര ഇറച്ചി കഴിക്കാനല്ല കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഇക്കോസിസ്റ്റത്തിന് നിങ്ങൾ എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഈ ഒരു ടൈപ്പ് ഓഫ് ഇതുവരെ നടത്തിയിട്ടില്ല. പേരിടണമെന്നും ആഗ്രഹിക്കുന്നില്ല. ശരി. അല്ല, ഇപ്പൊ ആർക്കെങ്കിലും പേരിടുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, ഇത് ലോകത്തെ എല്ലാ സ്ഥലത്തും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എന്നുള്ള നിലയിലൊന്നും അല്ല ഞാൻ വെക്കുന്നത്. ഇത് മനുഷ്യന്റെ ഫുഡും അങ്ങനെയല്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫുഡ്, മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ഇപ്പോൾ ഇത്ര അളവിൽ അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് ആക്ച്വലി തെറ്റാണ്. ഭൂമിയുടെ ഏത് റീജിയനിൽ ഇവോൾവ് ചെയ്ത മനുഷ്യനാണോ അതിനനുസരിച്ച് അയാളുടെ ഭക്ഷണ രീതിയിലും അയാളുടെ ബാക്കി എല്ലാ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലും വ്യത്യസ്തമായിരിക്കും. നമുക്ക് അങ്ങനെ പല വ്യത്യാസങ്ങളില്ല. നമ്മളുടെ പൊക്കം കുറവുള്ള ആൾക്കാരുണ്ട്, പൊക്കം കൂടുതലുള്ള ആൾക്കാരുണ്ട്, ചുരുണ്ട മുടിയുള്ളവരുണ്ട്, മുടിയില്ലാത്തവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. കണ്ണിന് പല ഷേപ്പിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെയാണ് ആ വ്യത്യസ്തതകളെല്ലാം ഉണ്ട്. ഇത് കമ്പയർ ടു ലെറ്റ്സ് സേ നമ്മുടെ ഒരു സിറ്റി ലൈഫ്, മെട്രോപൊളിറ്റൻ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഇൻ ടേംസ് ഓഫ് പ്യുവർലി ഫിസിക്കൽ ബെനിഫിറ്റ്സ് താങ്കൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്കും അവിടെ താമസിക്കുന്നവർക്കും ഫാമിലിയിലും എന്തൊക്കെ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്? അത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതൊരു ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കേണ്ട സാധനമാണ്. ഭയങ്കര ഹെൽത്തി ഫീലിംഗ് ആണ്. അതായത് എനിക്ക് 2 മക്കളുള്ള 2 പേരെ ഇന്ന് വരെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെ ഒരു ആശുപത്രിയിൽ ഒരു അസുഖമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നിട്ടില്ല. ഈ പാഠപുസ്തകങ്ങളായിരിക്കും ഡോക്ടർ, നഴ്സ് എന്നൊക്കെ. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ സസ്റ്റൈനബിലിറ്റിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകുക എന്ന് പറയുന്നത്, നമ്മളിപ്പോ പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റി ഒത്തിരി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിനുള്ളിലേക്ക് ഒരു പ്ലാസ്റ്റിക് വരുന്നത്? പ്രധാന പ്ലാസ്റ്റിക്കിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് വരുന്നത്. നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകുമ്പോൾ, പ്ലാസ്റ്റിക് ഞാൻ ഉപയോഗിക്കില്ല എന്നും തീരുമാനിച്ചേക്കുന്ന ആളൊന്നുമല്ല, പ്ലാസ്റ്റിക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്നത് ഡ്രാസ്റ്റിക്കായിട്ട് കുറയും. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ പല ആൾക്കാരും ചക്ക കഴിച്ച് സർവൈവ് ചെയ്തു എന്നൊക്കെ. ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രകൃതിയിലേക്ക് നോക്കാനും ഇത് കാണാനും ചക്കയുടെ ഒത്തിരി വിഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ച പോലെയാണ് പലരും അതിനെപ്പറ്റി സംസാരിക്കുന്നത് പോലും. വേറെ ഒന്നും കിട്ടാനില്ല. കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യന് സുഖകരമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ കേരളം എന്ന് പറയുന്നത്, നമ്മുടെ ഏരിയ. പക്ഷെ നമുക്കിവിടെ ഒന്നുമില്ല. ഇപ്പോൾ കുറേ മനുഷ്യർ മാത്രമാണ് നമുക്ക് റിസോഴ്സ് ആയിട്ടുള്ളത്. ബാക്കി പുറത്തുനിന്ന് ഭക്ഷണ സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ നമ്മളെല്ലാം പട്ടിണിയാവുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. നമുക്ക് റബ്ബർ പാൽ കുടിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കൂടുതൽ സ്ഥലവും തേയിലയും റബ്ബറും കുരുമുളകും ഏലക്കയൊക്കെ ആയിട്ടാണ്. അതായത് ക്യാഷ് ക്രോപ്സ് ആയിട്ടാണ് നമ്മൾ അത് കൃഷി ചെയ്തുണ്ടാക്കുക. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കുക, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വാങ്ങി കഴിക്കുക എന്നൊക്കെയുള്ള നിലയിൽ പോകും. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീടിന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്കുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലാണ്. ശരിക്കും ഞങ്ങൾ അവിടുന്ന് പുറത്തു പോയിട്ട് പോലുമില്ല. ആ 2 വർഷം കൊറോണ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് പുറത്തു പോലും പോകേണ്ടി വന്നിട്ടില്ല. മനസ്സിലായി. ഇത് എല്ലോ പറഞ്ഞ ഈ ഒരു പ്രമിസ് ഞാനിപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയും ഇന്നത്തെ ബിഗസ്റ്റ് ഇൽസ് that we are facing today, what's ailing us is probably our fast lives and industrialization and running behind money and our lifestyle and so on and so forth. It's a very interesting perspective. It is not all of these. I think where the problem started was planned farming and domestication. ഈ ഒരു വ്യൂ പോയിന്റ് എടുത്ത് താങ്കളുടെ എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും കറക്റ്റ്. എൻ്റെ അഭിപ്രായം തന്നെ സരീഷ് പറഞ്ഞു. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫാമിങ്ങും ഇതിപ്പോൾ എന്ത് ഇൻഡസ്ട്രി ആയാലും അത് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അതിന് മാർക്കറ്റ് കണ്ടെത്തണം, അല്ലേ? അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഈ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ പോലും സസ്റ്റൈനബിൾ അല്ല, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. അയാൾ എന്തെങ്കിലും ഒരു ക്രോപ്പ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല, അത് നമ്മൾ കൂടുതൽ വളവും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചത് കൃഷി ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കൂടുതൽ വിളവ് അതിൽ നിന്നുണ്ടാക്കാൻ നോക്കും. നമ്മൾ നമ്മുടേതായിട്ടുള്ള നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് വിഷം അടിക്കാൻ തോന്നില്ല. ഇത് വിൽക്കാനുള്ള സാധനമാണ്, അത് വിൽക്കുമ്പോൾ പണം ലഭിക്കുന്ന സാധനമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ അകത്ത് ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അകത്ത് വിഷം അടിക്കാൻ പറ്റുന്നത്, അല്ലേ? അത് ചെറിയ അളവിലാണേലും വലിയ അളവിലാണേലും അത് നിശ്ചയിച്ചേക്കുന്ന അളവിലൊന്നും അല്ല പലപ്പോഴും ഉപയോഗിക്കുക പോലും ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം വലിയൊരു പ്രശ്നമാണ്. ഞാൻ കൂടുതൽ പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന് സൊല്യൂഷൻസ് എന്താണ്, എങ്ങനെയാണ് അതിനൊരു ഇപ്പോൾ ഞങ്ങൾ വേറെ പുറത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു മെസ്സേജ് അങ്ങോട്ട് എത്തിക്കാനും. പക്ഷെ അത്ര എളുപ്പമുള്ള വർക്കല്ല ഏറ്റെടുത്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സൊല്യൂഷൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഫാഡാണോ ഫിലോസഫിയാണോ എങ്ങനെ വേണമെങ്കിലും കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ വീഗൻ ഡയറ്റ്, പ്യൂർലി വെജിറ്റേറിയൻ ഡയറ്റ്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദി റിലീജിയസ് ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്. അത് നമുക്ക് വിൽ കീപ്പ് ഇറ്റ് ഔട്ട് സൈഡ്. ദോസ് ആർ നോ ഗോ ഏരിയാസ്. പക്ഷേ
നമ്മുടെ ഒരു എവല്യൂഷണറി റൂട്ട്സ് നോക്കുവാണെങ്കിൽ a lot of people argue the fact that we were basically vegetarians. I think that has been scientifically, conclusively, categorically disproved. The fact that we were not just gatherers but hunter-gatherers. And many parts of the world, we went foraging, we went hunting, and we had a diverse menu of different kinds of meats, even those of reptiles and insects and mushrooms and tubers and plants and so on and so forth. അപ്പോൾ പിന്നെ ഇതാണ് അറ്റ്ലീസ്റ്റ് വാട്ട് എവർ അവൈലബിൾ ഡേറ്റ ആൻഡ് സയൻസ് ഇസ് ടെല്ലിങ് അസ് ദിസ്. പിന്നെ ഈ വീഗനും വെജിറ്റേറിയനും ഇതിന് ആക്ച്വലി ഒരു സയന്റിഫിക് സ്റ്റാൻഡിങ് ഉണ്ടോ, അതോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പെർഹാപ്സ് ദ ജിയോഗ്രഫി, ആ ഒരു സ്ഥലത്തിന്റെ, forget the people, സ്ഥലത്തിന്റെ ഒരു എവല്യൂഷനും ഹൗ പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ ഡെവലപ്പ്, അതല്ലേ സത്യം പറഞ്ഞ കൺസിഡറിങ് ഫാക്ടർ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതര ഭക്ഷണ രീതിയാണ് മനുഷ്യന്റെ മൊത്തം ഭക്ഷണ രീതി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഏത് ഏരിയയിൽ എങ്ങനെ ഇവോൾവ് ചെയ്ത ആളാണ് അതിനനുസരിച്ചാണ് അയാളുടെ ഹെൽത്തി ഫുഡ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ഒരു ആളോട് വീഗൻ ഭക്ഷണം കഴിച്ചാലാണ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റുമല്ലോ, ഇന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അതെങ്ങനെ അത് ലോജിക്കലാവും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. അതായത് അവർ ഇപ്പോൾ 10,000, 20,000 അല്ല 50,000 വർഷമായിട്ട് മീറ്റ് കഴിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് വീഗനാണ് കറക്റ്റ് ഫുഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ലോജിക്ക് എന്താണ് ഇരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ ഫുഡ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. ഇതെല്ലാം ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇൻവെന്റ് ചെയ്ത ഒരു ഡയറ്റാണത്. അത് എന്തുകൊണ്ടാണ് ശരിയായിട്ട് അവിടെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ പ്രോട്ടീൻ ബേസ്ഡ് ഫാറ്റ് പ്രോട്ടീൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് അവിടുത്തെ ആൾക്കാർക്ക് ഹെൽത്തി ഫുഡാണ്. അത് ഒരു പരിധി കൂടുതൽ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഓരോ സ്ഥലത്തിനും ഓരോ ഡയറ്റ് പ്രൊഫൈൽ ഉണ്ട്. അത് അവിടുത്തെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്, അവിടുത്തെ ചുറ്റുവട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അവിടുത്തെ അവൈലബിലിറ്റി ഓഫ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും വേറെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്ന സാധനം ഇതാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ സ്ഥലത്തിന്റെ ഫാറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. Second, I've read, and a lot of data shows that to develop your vegan alternatives, or for example, avocados or certain other foods, you have to completely change the terrain and ecosystem in large-scale farming. And in fact, it has even more a bigger carbon and ecological impact than if it were a cow farm. ഇത് സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ട്രൂത്ത്സ് അല്ലേ? ഇത് രണ്ടും അഗ്രികൾച്ചറിന്റെ പ്രശ്നമാണ്. അത് ആനിമൽസിനെ ആയാലും പ്ലാന്റ്സ് ആയാലും അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നതെല്ലാം. വീഗൻ ഫുഡ് മാത്രമല്ല, എല്ലാ ഓർഗാനിക് ഫുഡും ചെറിയ സ്കെയിലിൽ ചെയ്തു വരുന്ന സാധനങ്ങളെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവായിരിക്കും. അതെല്ലാം അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ ഈ ചില വ്യൂ പോയിന്റ്സ് ഭയങ്കര എക്സ്ട്രീമിലോട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സെയിൻ മൈൻഡിനോട് ചിലപ്പം കൺസിഡർ ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓർഗാനിക് ആണ്, ഞാൻ തന്നെ ഫാം ചെയ്യും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. പക്ഷേ ചില എക്സ്ട്രീം ലെവൽസിൽ കൊണ്ടുപോകാൻ അൺസസ്റ്റൈനബിൾ ലെവൽസിൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളില്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടൊരു ആക്ടർ he took an extreme point of view എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിൽ ഓർഗാനിക് ഫാമിംഗ് ഇതേ ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് മേടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് എക്സ്ട്രീം ലൈഫ് സ്റ്റൈൽ ഇന്ന് ഡോക്ടേഴ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം, എക്സ്പേർട്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം പുള്ളിക്ക് വേറെ ഇഷ്യൂസ് വന്നു ആൻഡ് ഹി ഹാഡ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ അത് വൈ ഡസ് ദാറ്റ് ഹാപ്പൻ? ഇത് ഈ എക്സ്ട്രീം ആയിട്ട് ഇപ്പം താങ്കൾ പറയുന്ന ഒരു ഫിലോ ഇറ്റ് സൗണ്ട്സ് വെരി അട്രാക്റ്റീവ് ടു മീ, ഇറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു നേച്ചർ. പക്ഷെ അത് ചിലപ്പോൾ ചില അവസരങ്ങളിലോ ചില സ്ഥലങ്ങളിൽ അൺസസ്റ്റൈനബിൾ. സോ വാട്ട് വുഡ് യു അഡ്വൈസ് ഇൻ സച്ച് സർക്കംസ്റ്റൻസസ്? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് അവിടെയുള്ളത്. അതായത് നമുക്ക് പെസ്റ്റിസൈഡിന്റെ കാര്യം എടുക്കാം. കെമിക്കലി സിന്തസൈസ് ചെയ്തെടുക്കുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ട്, നാച്ചുറലി കിട്ടുന്ന ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. രണ്ടും വിഷമാണ് ബേസിക്കലി.
ഓർഗാനിക് പോയിസൺ ബെറ്റർ ആണെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വലിയ മീനിങ് ഒന്നുമില്ല. ഓർഗാനിക് പോയിസന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കൂടുതൽ പഠനങ്ങളൊന്നും അധികം നടന്നിട്ടില്ല എന്നുള്ളൂ. മറ്റേ പോയിസൺ ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അത് എത്ര അളവിൽ ഉപയോഗിക്കുക എന്നുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ അകത്ത് ചില റോങ് ഭക്ഷണം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ 3 നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഈ അരി എന്ന് പറയുന്ന സാധനം ഒരിക്കലും മനുഷ്യൻ്റെ ഒരു ഭക്ഷണ രീതിയായിട്ട് വരുന്ന സാധനമല്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ നിൽക്കുന്ന ആലോചിച്ചാലും ഭയങ്കര കോമഡിയാണ്. നമ്മൾ നോർമലി നേച്ചറിൽ ഒരു ഫുഡ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എവല്യൂഷണറി ട്രീയുടെ നമ്മുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സുമായിട്ടായിരിക്കും, ഒരേ ബ്രാഞ്ചിലുള്ള തൊട്ടടുത്തുള്ള റിലേറ്റീവ്സുമായിട്ടായിരിക്കും നോർമലി ജീവികളുടെ 100% ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഫുഡ് കോമ്പറ്റീഷൻ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ജീവികളുമായിട്ടായിരിക്കും. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ആ മാമൽസ് ഗ്രൂപ്പും ഒക്കെ ആയിട്ടായിരിക്കും, കുരങ്ങനോ അല്ലെങ്കിൽ കുരങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള ജീവികളുമായിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ പ്രധാന ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് കീടങ്ങളുമായിട്ടാണ്, ചെറിയ ഇൻസെക്ട്സുമായിട്ടാണ്, ചെറിയ പുഴുക്കളും ഒക്കെ ആയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അങ്ങനെയല്ല. എങ്ങനെയാണ് നമ്മള് ഈ പുഴുക്കളായിട്ടൊക്കെ കോമ്പറ്റീഷൻ വരുന്നത്? അത് പലപ്പോഴും നമ്മള് വേറൊരു ജീവി നമ്മുടെ ഭക്ഷണം അല്ലാതിരുന്ന സാധനം നമ്മുടെ ഭക്ഷണമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അരി ആയാലും ഗോതമ്പായാലും നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പച്ചക്കറികളും ആയാലും അത് മറ്റ് പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഫ്രൂട്ട്സാണ്. വേറൊരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അരി നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കഴിപ്പാണ്. നമ്മളത് നെല്ലെടുത്ത് ഭയങ്കര പ്രോസസ്സിംഗ് ഉള്ള ഒരു സംഭവമാണ്, ഉണക്കി അല്ലെ, ഭയങ്കര ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ താങ്കളിപ്പോ പറഞ്ഞൊരു പ്രോസസ് വെച്ച് നോക്കുമ്പോൾ സത്യം നാച്ചുറലി കഴിക്കേണ്ട ഒരു സാധനം പോലും തോന്നുന്നില്ല. അങ്ങനെയല്ല അത് നാച്ചുറലി നമ്മുടെ. പക്ഷെ നമ്മളത് 3 നേരവും നമ്മൾ അതാണ്. ഇപ്പോൾ പുട്ടായാലും ദോശയായാലും അപ്പായാലും ചോറായാലും എല്ലാത്തിൻ്റെ അകത്തും അരിയാണ് ബേസിക്കായിട്ട്. അത് നമ്മൾ ഭയങ്കര സ്റ്റേപ്പിൾ ഫുഡായിട്ട് കഴിക്കുന്നു, വയറ് നിറച്ച് കഴിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു അഡിക്ഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. ഇപ്പോഴത്തെ മിക്ക ഒരു എല്ലാത്തിനും സൊല്യൂഷൻ കൂടുതൽ അരി കഴിക്കണം എന്നുള്ളതാണ് ഒരുപാട് പേര് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും. ഇന്ന് ഒരുപാടേ ആൾക്കാർ നിങ്ങൾ ജങ്ക് ഫുഡ് ഒക്കെ നിർത്തി പഴയ ചോറും ചപ്പാത്തി. പഴയതല്ല, ചോറിന് ഒത്തിരി പഴക്കമില്ല, അതാണ് പ്രശ്നം. നമ്മള് ആൾക്കാർക്ക് അരി നമ്മള് ഇൻഡസ്ട്രിയൽ ഫാമിങ് തുടങ്ങുകയും പിന്നെ ട്രേഡിങ് ഇത്രയും സുഗമമാവുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അരി നമുക്ക് ഇത്രയും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭക്ഷണമായിട്ട് മാറുന്നത്. പിന്നെ ഗവൺമെന്റിനൊക്കെ അത് സപ്ലൈ ചെയ്യാനും സൂക്ഷിച്ചു വെക്കബിലിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്. ഫുഡ് സെക്യൂരിറ്റി. നമ്മുടെ ഈ ഫിലോസഫി എത്രത്തോളം ഇസ് ഇറ്റ് എ മാറ്റർ ഓഫ് പ്രാക്ടിക്കാലിറ്റി or is it a matter of will? ഞാൻ ചോദിക്കാൻ ചാലേ because now today we have accepted that we are men of invention and innovation and that is going one direction. Okay, to be very honest, from a layman's perspective, I'm not an expert, but your philosophy is going back to nature. I'm not saying going backward. I'm saying back to nature. They're different, two different things. Maybe it is more progressive and more sustainable than the current path of science and technology. പക്ഷേ to me ഇത് സ്ലൈറ്റ്ലി ഡൈവേർജൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റീകൺസൈൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് സത്യം പറഞ്ഞ ഒരു ഓപ്പോസിറ്റ്. ഇത് പ്രാക്ടിക്കൽ ആണോ അതോ ഇറ്റ് ഈസ് എ ഗുഡ് ടു പ്രോപ്പഗേറ്റ് ഫിലോസഫി ആണോ? താങ്കളുടെ വാട്ട് ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റീസ് താങ്കളുടെ അഭിപ്രായം? എനിക്കിത് കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്, ഒരു ലേമാൻ പെർസ്പെക്റ്റീവ്. പ്രാക്ടിക്കലാണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് എന്നുള്ളതിന് ഞാൻ തെളിവ് കാണിച്ചു തരാം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതുപോലെ ജീവിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ സന്തോഷവും അവിടുത്തെ ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഇനി ഈ 2 ഡയറക്ഷനിലുള്ള തിരിവ് ഞാൻ കാണുന്നത് ഇത് 2 സ്പീഷീസ് ആയിട്ട് തിരിയുന്നതാവാം. ഇത് ഇപ്പൊ നമുക്ക് അത് ചിലപ്പോൾ ഒരു നോർമൽ ആളിന് മനസ്സിലാക്കാൻ പറ്റില്ല. എവല്യൂഷൻ പഠിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഒരു ചെറിയ വ്യത്യാസം, അതായത് സീബ്രയ്ക്ക് സിംഹത്തിന്റെ സാന്നിധ്യം പോലെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ മാവോയുടെ ഭരണകാലത്ത് ചൈനയില് പക്ഷികളെ അവരുടെ വിളവ് കുറച്ച് ഭാഗം തിന്നുന്ന പക്ഷികളെ കൊന്നുകളയാൻ എടുത്തൊരു തീരുമാനം. അങ്ങനെ എടുക്കുന്ന ചെറിയൊരു തീരുമാനം അത് പിന്നീട് ഇവോൾവ് ചെയ്ത് അത് വേറൊരു തലത്തിലേക്ക് പോയേക്കാം. ഇപ്പോ ഈ പറഞ്ഞ ആ 2 ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ 2 ഡയറക്ഷൻ
ഫ്യൂച്ചറിൽ ഇത് രണ്ട് ഡിഫറെന്റ് സ്പീഷീസോ സബ് സ്പീഷീസോ ആയിട്ട് മാറാനുള്ള കാരണമായി മാറും. ഒരു നോവലിസ്റ്റ് എഴുതിയാണ് എച്ച്.ജി. വെൽസ് ഉണ്ടോ, ടൈം മെഷീൻ എന്ന് പറഞ്ഞ ബുക്കില് ഫ്യൂച്ചറിലോട്ട് പോകുന്ന ആൾ ഒരാളുടെ കഥയാണ്, സയന്റിസ്റ്റിന്റെ കഥയാണ്. ഓൾമോസ്റ്റ് പുള്ളിയുടെ ഇമാജിനറി ഓട്ടോബയോഗ്രഫിക്കൽ പോലെ എഴുതിയൊരു സംഭവം. അതിൽ പുള്ളി ഫ്യൂച്ചറിൽ പോകുമ്പോൾ ഹ്യൂമൻ ബീങ്സ് വുഡ് ഹാവ് ഇവോൾവ്ഡ് ഇൻ ടു 2 സ്പീഷീസ്. ഒന്ന് ഇന്റലക്ച്വൽ പക്ഷെ ഫ്രെയിൽ ബോഡി, ഓൾമോസ്റ്റ് ഏഞ്ചലിക്കും. മറ്റേ പോവർട്ടിയുടെയും സ്കാർസ് റിസോഴ്സസും ഉള്ള ആൾക്കാർ മോർലോക്സ് എന്ന് പറഞ്ഞ ഭീകര ജീവികളിലോട്ട് ചെയ്തൊരു മറ്റേ റിഗ്രസ് ചെയ്ത ഒരു സിനാരിയോ ആണ് പുള്ളി വിളി. എച്ച്.ജി. വെൽസിന്റെ ടൈം ക്ലാസിക് നോവലാണ്. അങ്ങോട്ട് മേ ബി ഫ്യൂച്ചറിൽ പോവാം എന്നുള്ള ഒരു എന്തുകൊണ്ട് സംഭവിക്കാം. കാരണം ക്ലാസ് ഡിവൈഡ് വെച്ച് തുടങ്ങിയതാണ് അദ്ദേഹം, ഇതൊരു എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്നു. ആൻഡ് ടുഡേ മേ ബി ഇറ്റ്സ് നോട്ട് എ ക്ലാസ് ഡിവൈഡ്, ബട്ട് ഇറ്റ് ഈസ് two different or differing or opposing philosophies that are taking us in these 2 directions, and we don't know what the future might bring us. പലപ്പോഴും വേറെ രീതിയിൽ സംഭവിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീം എക്സ്റ്റിങ്ക്റ്റ് ആവാം. ഇത് ഐ റിയലി വോണ്ട് ടു ഹിയർ എ പെർസ്പെക്റ്റീവ് ഓൺ ദിസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. താങ്കൾ ഈ പറഞ്ഞ സംഭവമാണ് സെയിം ചെയിൻ ആൻഡ് സ്ട്രീം ഓഫ് തോട്ട്. അതായത് ഇപ്പം there was this guy in 1999, റേ കർസ്വീൽ എന്ന് പറഞ്ഞ, ഐ ഡോണ്ട് നോ ഇഫ് യു ഹേർഡ് ഓഫ് ദിസ് ഗൈ, ഓത്തർ. ഇപ്പം ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നു. ഹി റോട്ട് ദിസ് ബുക്ക് കോൾഡ് ദി ഏജ് ഓഫ് സ്പിരിച്വൽ മെഷീൻസ്. നമ്മുടെ ടെക്സ്റ്റ് ടു സ്പീച്ച് ആൻഡ് വൈസ് വേഴ്സ സിന്തസൈസർ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ആൻഡ് ഈ ഇൻ ഏജ് ഓഫ് സ്പിരിച്വൽ മെഷീൻസിൽ പുള്ളി പ്രൊജക്ട് ചെയ്ത സാധനം പറഞ്ഞു. ഇപ്പം ഓൾമോസ്റ്റ് 80% പറഞ്ഞ സാധനങ്ങളെല്ലാം ട്രൂ ആയിട്ട് വന്നിട്ടുണ്ട്. സയന്റിഫിക്കലി എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. AI-യുടെ കാര്യവും ബയോടെക്നോളജി കാര്യവും ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തു. അത് ഒരു സൈഡ് ഏജ് ഓഫ് സ്പിരിച്വൽ മെഷീൻസ് അവിടെ ഇരിക്കും. യുവൽ നോവ ഹരാരി ഇത് എഴുതി സേപ്പിയൻസ്. പക്ഷെ നെക്സ്റ്റ് ബുക്ക് ഹോമോഡിയോസ് ആണ് പുള്ളി എഴുതിയത്. ഹോമോഡിയോസ് ഇസ് വാട്ട് മാൻ വിൽ ബിക്കം ഓർ ലൈക്ലി ടു ബിക്കം, വേർ വിൽ ദ കൺവേർജൻസ് ഓഫ് information technology, artificial intelligence, biotechnology, genetic science and all, I mean, what will happen to humans? That's very real. Now, ഇപ്പം ന്യൂറലിങ്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടല്ലോ, ഇലോൺ മസ്കിന്റെ കമ്പനി. Then basically he started with the noble purpose is get people with various disabilities who cannot communicate, or let's say they have certain mental disabilities like autism, or to be able to communicate without the power of human speech, with chips implanted in their brain. And now I think they're opening it up to human trials. Other side. Brian Johnson was a he was a venture capitalist, a tech entrepreneur. He earned a lot of money. Now he started a company called Kernel, which is again a neuroscience company. He is now undergoing, he's undergoing an experiment. It's called Project Blueprint. അത് പുള്ളി ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഹീസ് 45 years old. What he's trying to do through medical science, through nutrition, through a lot of theories and hypotheses, he is trying to reduce his not mental age, biological age, literally. And he started this. He's trying to reach the body and mind of an 18-year-old. He's undergone a huge physical transformation, mental transformation. A lot of biomarkers measured over time indicate that he's reduced his age by about at least 15-20 years and taking it further. And he's doing a lot of stuff and measuring. He's injecting himself with his son's plasma to see if it brings him. But objectively, scientifically, it's having an impact. And he looks like at least 10, 15, 20 years younger than his older self. He's trying to create a template basis which someone can subscribe to that template or buy that template and reduce their biological age. So, on one end, you have the emergence of AI and biotechnology, people trying to reduce their biological age. You have people like Elon Musk, because there is this belief, and now it's spreading across, that we have irreversibly, irretrievably fucked up our planet. We can't do anything about it, is one point of view. And then we have all these technological advances, and you have Elon Musk trying to conquer Mars. This is one area. And a very stark or a different philosophy is what you envisage.
who do you think will win? What do you think will win? I gave this preview because just to give you a landscape of what is happening in the world today. ഇത് അതുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒന്നും അല്ല. ഇത് for example, ഇപ്പം താങ്കൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഐ എം വെരി മച്ച് അട്രാക്റ്റഡ് ടു വാട്ട് യു ആർ സേയിങ് ആൻഡ് ഐ റിയലി വാണ്ടഡ് ഫോർ ലേമൻ പെർസ്പെക്ടീവ്. ഇപ്പൊ ഞാൻ ഐ മൈ നോട്ട് ബി എ ബിഗ് ഇന്റലക്ച്വൽ ഓർ സംവൺ ഓർ വിഷണറി, പക്ഷെ ഐ എം വെരി മച്ച് അട്രാക്ട്. അറ്റ് ദ സെയിം ടൈം ഐ എം ബീങ് പുൾഡ് ഇൻ ടു ദിസ് ഡിറക്ഷൻ. ഇതൊരു ബ്ലാക്ക് ഹോൾ പോലെയാണ്, ഇത് ഇങ്ങോട്ടേ പോയേ പറ്റുള്ളൂ. വാട്ട് യു തിങ്ക്? ഇതൊരു സ്ട്രഗിൾ ആണ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു നൗ. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അവിടെ നടക്കുന്നത്. ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്. ഭയങ്കര താല്പര്യമുള്ള വിഷയങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയിലും ബാക്കി ഇതുപോലത്തെ ബയോ സയൻസിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇത് പറയാൻ കാരണം റൈക്കർസിൽ വേറെ സംഭവം പറഞ്ഞു. ഇലോൺ മസ്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു, വി ആർ ഓൾറെഡി സൈബർനെറ്റിക് ബീയിങ്സ്. അതായത് നമുക്ക് ഇന്നത്തെ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗൂഗിളും AI ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഉള്ളി ഡിഫറൻസ് ഈ ഗൂഗിളും AI നമ്മുടെ ബോഡിയുടെ പുറത്താ. ഈ ന്യൂറോ ലിങ്കും ബാക്കിയുള്ള വരുമ്പോ നമ്മുടെ ബോഡിയുടെ അകത്താവും. Then we become technology augmented beings. ഇദ്ദേഹം റേഗർസിൽ പറയുന്നത് മേ ബി 50 years down the line soon we will be able to reproduce in this form. അടുത്ത വരുന്ന offspring might even have some kind of nanotechnology blended with biological cells being born. And ഇത് നമുക്ക് കേൾക്കും ഇപ്പൊ ചിരി വരും, പക്ഷെ അത് ഇമ്പോസിബിൾ ആണ് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അത് ഇനി ഞാൻ പറയുന്ന ഇതിന്റെ ഒരു താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു പ്രോഗ്നോസിസ്, ഇത് രണ്ട് സ്പീഷീസ് ആവോ, മോർലോക്സും വേറെ സ്പീഷീസ് ആവോ, അതോ എങ്ങനെ റീകൺസൈൽ? കാരണം ഒരു വിഷൻ പെർസ്പെക്ടീവ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് രണ്ട് റൂട്ടിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ്. ഇത് ഫ്യൂച്ചറിൽ കുറെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇപ്പൊ നമ്മൾ അത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനത്തെ ഒരു നമ്മുടെ മുമ്പിൽ കട്ടിക്കടിച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റെം സെൽസ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൂൺ ഇനി ഇപ്പം ചൈനയിലൊക്കെ ബിക്കോസ് ഇതിലെ എത്തിക്സിന്റെ ഒരു ക്വസ്റ്റ്യനോ ഡിബേറ്റ് അവിടെ നടക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് they are already doing it, stem cell harvesting and growing organs. ഇവിടെ നടക്കുന്നുണ്ട്. ഞാനും എന്റെ മോൻ ഉണ്ടായ സമയത്ത് അവന്റെ സ്റ്റെം സെൽസും ഉംബിലിക്കൽ കോഡും എല്ലാം എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓൾറെഡി എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോ മകൻ ജനിക്കുന്നത് 14 വർഷം മുമ്പാണ്. ആ സമയത്ത് ഞാൻ സയൻസ് ആണ് ഇനി അല്ലെങ്കിൽ അത്തരത്തിലെ മോഡേൺ സയൻസിനെ ബേസ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കുണ്ടാവുന്ന തിരിച്ചറിവുകളാണ്. നമ്മൾ പ്രകൃതിയായിട്ടും മനുഷ്യനിടപെട്ടിട്ടില്ലാത്ത ഭൂമിയുടെ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ആ ലൈഫ് അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ അതിന് ഞാൻ സിമ്പിളായിട്ട് പറയാം. 50 years കഴിയുമ്പോൾ കുറെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പോയി മാർസിലൊക്കെ പോയി ഹാബിറ്റേഷന്റെ കാര്യം, മൂണിൽ പോയി മൂവിങ് അപ്പ് സെറ്റിംഗ് അപ്പ് ഹാബിറ്റാറ്റ്സ് സംസാരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ദാറ്റ് ഹാപ്പനിങ്? ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്കുണ്ടല്ലോ. ഇപ്പൊ മൂണായാലും മാസമായാലും ഹാബിറ്റബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല മനുഷ്യന് ജീവിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. ഇതാണ് അണ്ടർലൈങ് അസംപ്ഷൻ. അവിടുത്തെ ടെമ്പറേച്ചർ എക്സ്ട്രീം ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളാണ്. മൂണിലെ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ -127 ഡിഗ്രി ടു 180 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഭയങ്കര ലൈറ്റ് ഉള്ള ഭാഗത്ത് ഭയങ്കര ചൂടും ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് ഭയങ്കര തണുപ്പുള്ള, നമുക്ക് പ്രോപ്പർ ഗിയേഴ്സ് ഇല്ലാതെ നിൽക്കാനൊന്നും പറ്റാത്ത സ്ഥലമാണ്. ഈ ഇതുപോലത്തെ എൻഡേവേഴ്സ് ഒക്കെ ഫൂളിഷ് ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഫൂളിഷ് ഒന്നുമല്ല, ഭയങ്കര രസകരമായിട്ടുള്ള പറയാ. ഇപ്പം എന്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങോട്ട് പോകുന്നുള്ളത്, ഇതിന്റെ ഒരു എന്ന് പറയുന്നല്ലോ ഈ വെള്ളം കലങ്ങിയിരിക്കാണ് ഫ്രം മൈ പെർസ്പെക്റ്റീവ്. സെറ്റിൽ ചെയ്യുമ്പോൾ എന്താവും എന്നുള്ളത് കാണാൻ നല്ല രസമായിരിക്കും എന്നുള്ളതാണ് എനിക്ക്. നമുക്കിപ്പോ ഒരു പ്യൂപ്പയ്ക്കകത്തുനിന്ന് ഒരു ബട്ടർഫ്ലൈ പുറത്തു വരുന്ന കാണുമ്പോൾ അതിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടുന്ന ജീവികളാണ് നമ്മള്. ഇതെല്ലാം കാണാനും ഇഷ്ടമൊക്കെ ഉള്ള. അതുപോലെ തന്നെ മറ്റൊരു ഇപ്പോ മനുഷ്യൻ പുതിയൊരു ജീവിയായിട്ട് ഇവോൾവ് ചെയ്യാൻ പോകുന്നതും, അല്ലെങ്കിൽ മനുഷ്യൻ ചൊവ്വയിലോ മാഴ്സിലോ പോയി ജീവിതം തുടങ്ങാൻ പോകുമ്പോഴൊക്കെ ഞാനതിന് ഭയങ്കര സന്തോഷകരമായിട്ട് കാണുന്നത്. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. അതിന്റെ പോക്ക് ഇങ്ങോട്ടാണോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണുള്ള ഒരു ഇല്ല, മൊത്തത്തിൽ അങ്ങോട്ടൊന്നും പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങോട്ട് പോവാ അങ്ങനെ ഒരു പോക്ക് സാധ്യമല്ല.
അല്ല. മൊത്തത്തിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയോ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ചില ആൾക്കാർ അവിടെ പോവുമായിരിക്കും, കുറച്ച് നാൾ അവിടെ ജീവിച്ച് മരിച്ചു പോവുമായിരിക്കും. അതിനപ്പുറത്തോട്ടൊന്നും നിയർ ഫ്യൂച്ചറിലൊന്നും നടക്കാൻ സാധ്യതയില്ല. എല്ലോ ഉട്ടോപ്പിയയുടെ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ്. എന്താണ് ഈ ഉട്ടോപ്പിയ? ഞങ്ങളുടെ NGO ആണ്. ഉട്ടോപ്പിയയുടെ അണ്ടറിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉട്ടോപ്പിയ എന്നുള്ള NGOയുടെ പ്രവർത്തനങ്ങളായിട്ടാണ് വില്ലേജിലെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഉട്ടോപ്പിയ ഇപ്പം 4 മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡ്, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അങ്ങനെ 4 മേഖലകളിലാണ് ഉട്ടോപ്പിയ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് കോട്ടയം ജില്ലയിൽ ചെമ്പ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാൽ പോലും ജിയോഗ്രഫിക്കലായിട്ടുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകമെന്നും അത്തരത്തിൽ ആണ് നമുക്ക് സെൽഫ് സസ്റ്റൈനബിൾ ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയയിലാണ്. എവല്യൂഷണറി ആയിട്ട് അങ്ങനെയാണ്. ചെറിയ ചെറിയ നമുക്ക് പരസ്പരം വേറെ യന്ത്രത്തിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ പരസ്പരം അറിയാൻ പറ്റുന്ന കണക്ഷനിലുള്ള ജിയോഗ്രഫിക്കലി ഡിവൈഡഡ് ആയിട്ടുള്ള ചെറിയ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവണം എന്നുള്ള ഐഡിയയിലാണ്. അവിടെ അവർക്കുള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവണം. അതായത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ. ഞങ്ങൾ ഇപ്പോൾ ചെമ്പിലൊരു ചെറിയ കോട്ടേജ് ചെയ്തിട്ടുണ്ട്. 1 രൂപ പോലും മുടക്കി ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഒന്നുമില്ല. അവിടുന്ന് ആ ലോക്കലി കിട്ടുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം നല്ല ചെളി കിട്ടുന്ന സ്ഥലമാണ്, ക്ലേ കിട്ടുന്ന സ്ഥലമാണ്. തെങ്ങുണ്ട്, തെങ്ങിൻ്റെ തടിയുണ്ട്, ഓലയുണ്ട്, പലതരത്തിലുള്ള പ്രോഡക്ട്സ് തെങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. മുള, കവുങ്ങ്, തടി, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് മാൻ പവർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പണമായിട്ടൊന്നും ചെലവഴിക്കേണ്ടി വരാതെ അവിടെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ 5 എഡ്യൂക്കേഷൻ സൈഡിൽ ഞങ്ങൾ 5 സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്തിരുന്നത് ലോക്കൽ നോളജ് കളക്ട് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നാടിനെ പറ്റിയും നാട്ടറിവുകളെ പറ്റിയും കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. അതുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും ഇല്ല പലപ്പോഴും. പ്രാക്ടിക്കലും ഇല്ല. അതെ. അപ്പോൾ ആ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള അറിവുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടുത്തെ അറിവുകൾ എന്ന് പറയുമ്പോൾ പുഴയും കായലും ഒക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാട്ടോ. ചെമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെമ്പില് വേമ്പനാട്ട് കായലിൻ്റെ തീരാണ്. മൂവാറ്റുപുഴയാറ് വന്ന് വേമ്പനാട്ട് കായലിലേക്ക് ചേരുന്നത് ചെമ്പിൽ വെച്ചാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം, മീൻ പിടിക്കാൻ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആർക്കും അതൊന്നും അറിയില്ല. തെങ്ങിൻ്റെ ഓല വെച്ച് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവന് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണല്ലോ. പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ തെങ്ങിൻ്റെ ഓല വെച്ചുണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇത് വേറൊരു തരത്തിൽ ഒരു കുട്ടിയുടെ ലെവലിൽ അവൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവൻ അറിഞ്ഞിരിക്കേണ്ട ആ നാട്ടറിവുകൾ അവനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അത് മാത്രമല്ല, പ്രായമുള്ള ആൾക്കാർ സ്കൂളിൽ വന്ന് കുട്ടികളോട് സംവദിക്കുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പും കുറയ്ക്കാൻ പറ്റുമെന്ന് അത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. പക്ഷേ അതായിരുന്നു ഏറ്റവും നല്ല ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നത്. ഇപ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാരുമായിട്ട് ഈ കുട്ടികൾ സംവദിക്കുന്നില്ല. അവരെന്താ പഠിക്കുന്നത്, അവരെങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. തിരിച്ചും ജനറേഷൻ ഗ്യാപ്പ്. അതെ. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ലാംഗ്വേജസിൽ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള കോളേജുകളിലെയും സ്കൂളുകളിലെയൊക്കെ ടീച്ചേഴ്സും വോളണ്ടിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസും ഒക്കെ ഒന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ. ആഴ്ചയിൽ 1 ദിവസമാണ് ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അത് ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മോഡൽ സക്സസ് ആയാൽ സ്കെയിലബിൾ ആവാൻ പറ്റാവുന്ന ഒരു തീർച്ചയായിട്ടും ഭൂമി മൊത്തം ഇത് പക്ഷെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏത് റീജിയനിലാണോ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ചെമ്പിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് പഠിപ്പിക്കേണ്ടി വരിക. അവിടുത്തെ നാട്ടറിവുകൾ ഉണ്ടാവും, അവിടുത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ബാക്കി അറിവുകൾ ഉണ്ടാവും, അതായിരിക്കും പഠിപ്പിക്കേണ്ടി വരിക. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കണം കേട്ടോ. ഐ എം നോട്ട് ആസ്കിങ് ദിസ് ഫോർ ദ സേക്ക് ഓഫ് ആസ്കിങ്. പക്ഷേ ഇത് എല്ലാവരുടെ ഒരു പ്രിവിലേജ്ഡ് ഡിസയർ അല്ലേ എൽദോ? കാരണം വെച്ചാൽ ഇപ്പം താങ്കളുടെ പോലെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഹയർ ഓർഡർ തിങ്കിങ് കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ ചിന്തിച്ച് എൻവിഷൻ ചെയ്ത് പ്രാവർത്തികമാക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ് മസ്റ്റ് ബി ദ റൈറ്റ് തിങ് ഓർ എ ഗുഡ് തിങ്.
പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് സമവൺ ഇൻ വെരി ഓർഡിനറി സർക്കംസ്റ്റൻസ്, അവൻ എങ്ങനെയെങ്കിലും നെക്സ്റ്റ് ലെവൽ സിറ്റിയിൽ പോകണം, അമേരിക്കയിൽ പോകണം, ഫാസ്റ്റ് ലൈഫ് പോകണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ. Here is someone who is coming and telling me the place where I am staying, the habitat I am staying is very beautiful. You can have the most magnificent life here. Mannangatta, I want to go there and I want to go to the high-rise buildings and the cutting-edge life. ചിന്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും. How do you നമുക്ക് ഇവിടെ നിന്ന് പറയാം, you've experienced, you've had a plethora of experiences across maybe the world and India, and also you can come, this is the best. He's not had that benefit, and therefore he desires and aspires something more. How do you tell someone like that bhai sahab, this is the place where you need to be, gold in your hands, you don't realize it. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ ഉട്ടോപ്യയിലേക്ക് വരുന്നവരാണെങ്കിലും ഓൾറെഡി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന്, ഇപ്പോൾ ഞാനോ സരീഷോ പോയി ഒരാളോട് ഇത് അതല്ല അങ്ങനെയല്ല വേണ്ടതെന്ന് ഒരു കാര്യം, ഈ കാര്യം എന്നല്ല, ഒരു കാര്യവും ഒരാളോട് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വരേണ്ട ഒരു തിരിച്ചറിവും കൂടെ ഉണ്ട്. ചിലപ്പോൾ അയാൾക്ക് ഉണ്ടായി വരുന്ന തിരിച്ചറിവ് മറ്റേ സൈഡിലോട്ടായിരിക്കും, പക്ഷേ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മനസ്സിലായി. സോ അത് ഇപ്പം മനസ്സിലായി എവല്യൂഷൻ നടന്നത്. വരാത്ത ആൾക്കാർ അങ്ങോട്ട് ചിലപ്പം എന്താ പറയുന്ന ആ ടേം എന്താ താങ്കള് നേരത്തെ ഉപയോഗിച്ച മറ്റേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിന്റെ ഒരു നാച്ചുറൽ എവിക്ഷനിലോട്ട് അവൻ പോകാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഈ ഒരു ഫിലോസഫിയെ വെച്ചാല് നമ്മളിപ്പം പറയാറുണ്ടല്ലോ, ബിഗ് ഫാർമ, ഇൻഡസ്ട്രിയൽ ലോബി, ഈ ഒരു ഫിലോസഫി സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, എക്സിസ്റ്റിംഗ് സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം ഒക്കെ ത്രൈവ് ചെയ്യാൻ സമ്മതിക്കുമോ? നടക്കുന്ന കാര്യമാണ്. അമ്മര് സമ്മതിക്കുന്നത് ഇത് പോപ്പുലാരിറ്റി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഒരു റിയാക്ഷൻ വരൂല്ലേ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ? അതായത് ഓൾറെഡി ആ ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അത് സത്യം ഒരു സിസ്റ്റമാണ്. ഒരാളോ രണ്ടാളല്ല, പലവരുടെ ഇൻട്രസ്റ്റിൽ ബാധിക്കുന്ന കാര്യമാണല്ലോ. അത് അപ്സെറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഒരു നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണമല്ല എവിടെ നിന്നാണ് പുഷ് ബാക്ക് വരുന്നതെന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാ വരാൻ സാധ്യതയുണ്ട് അവിടെ നിന്ന് പാര് വരും? കാരണം ഇത് ആക്ച്വലി വെൻ യു പ്രോബ്ലം വിത്ത് സെൽഫ് സഫിഷ്യൻസി, യു കട്ട് ഔട്ട് മെറ്റീരിയലിസം, interdependencies to a large extent, and obviously there are people benefiting from those aspects from a certain side. Wouldn't there be pushback? Have you ever thought of it when you scale up? And if in case there is, how do you plan to? അത് എനിക്ക് തോന്നുന്ന ആ ചോദ്യം ഉണ്ടാവുന്നത് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ സുപ്രഭാതത്തിൽ നടക്കും, അല്ലെങ്കിൽ നടക്കുമായിരിക്കുമല്ലോ. അല്ല, അത് നടക്കണമെന്ന് എന്റെ പോലത്തെ ആൾക്കാരുടെ ഒരു ആഗ്രഹം. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അതങ്ങനെ പെട്ടെന്ന് നാളത്തെ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല, മറ്റന്നാളെ നടക്കുള്ളൂ. മറ്റന്നാൾ നടന്ന എന്തായിരിക്കണം? അപ്പോൾ അവർക്ക് അതിനുള്ള ടൈം കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോഴാണല്ലോ. ഇപ്പോൾ ഇവിടെ പച്ചക്കറി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ തൊട്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും പച്ചക്കറി മേടിക്കേണ്ട ആയി കഴിഞ്ഞാൽ അയാൾ പ്രശ്നത്തിലാവും. ഓക്കെ, അത് ഗ്രാസ് റൂട്ട്സ് ലെവൽസിലുള്ള സംഭവമാണ്. പക്ഷെ ലെറ്റ് സേ ദാറ്റ് ഞാൻ ഏത് ഒരു ബ്രാൻഡ്, ഐ ഡോണ്ട് റിമെമ്പർ, നെസ്കഫെ ആണെന്ന് തോന്നുന്നു. Japanese did not have the culture of drinking coffee apparently, is what I think it is Nescafe. They had a long-term vision that we're going to go there, Nestle, I think so, or some other brand, and we are going to develop this habit. And it took them ages and they were managed to create it. അത്രയും ലോങ് സൈറ്റഡും സിസ്റ്റമാറ്റിക്കും പ്ലാൻഡ് ആയിട്ടുള്ളൊരു, ഐ എം ടോക്കിംഗ് അബൌട്ട് ഗ്രാസ് റൂട്ട് ലെവൽസ് അല്ല, ടോക്കിംഗ് സംതിങ് ദാറ്റ് ബോയിൽസ് ഡൗൺ ടു മോഡേൺ റീറ്റെയിൽ, മോഡേൺ ട്രേഡ്, ആ ലെവലിലോട്ട് വരുന്ന, ഇറ്റ് ഇസ് കണക്റ്റഡ് ഗ്ലോബലി. ഞാൻ മറ്റേ കോൺസ്പിറസി തിയറി ബിൽഡ് ചെയ്യണമെന്നും അല്ല ഞാൻ, പക്ഷെ അത് എക്സിസ്റ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us. Obviously when something affects them, they will want to push back, അല്ലേ? ചാർക്കോള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോൾഗേറ്റ് പരിശീലനാണല്ലോ, അതായത് ഈ മറ്റേ ഒബ്സലീറ്റ് അല്ല, മറ്റേ അൺസയന്റിഫിക് ആയിട്ടുള്ള ഇതാണ്, അൺഹെൽത്തി ആണ്, ചേർന്നതല്ല. അന്ന് ഒരു സ്ട്രാറ്റജി, ഇന്നൊരു സ്ട്രാറ്റജി. ഒബ്വിയസ്ലി ദേ വിൽ അഡാപ്റ്റ് ആൻഡ് ദേ ഡോണ്ട്, നോബഡി ലൈക്സ് ബീങ് അപ്സെറ്റ്, അല്ലേ, ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ്സ്. ശരിക്കും ഇവര് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിലെ ഡിമാൻഡിനൊത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇത്തരത്തിലൊരു മാറ്റം വരുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. They will adapt. They will not push back എന്നുള്ളൊരു maybe because you are a good man. You're expecting പിന്നെ എങ്ങനെ അവർക്ക് അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവർ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാൻ, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? അത് മാത്രമല്ല, ലോകം മൊത്തം മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവരുടെ ഡിക്ലെയർഡ് പോളിസിയാണ് 2030 അല്ലെ 2050 സെൽഫ് സഫിഷ്യൻ. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ഗവൺമെന്റ് പോലും അത്തരം തീരുമാനം എടുത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. There's another rationalist, very famous rationalist. He had a viewpoint. അത് ഇപ്പം താങ്കളുടെ വ്യൂ പോയിന്റ് ശരിയാണോ തെറ്റാണ് ഞാൻ പറയുന്നത്. I'm not no one to judge. I just listen to various viewpoints. പുള്ളി പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യമാണ്. We are talking about the power of community, the power of humans to help each other, to be dependent on each other in a self-sustaining manner. Okay. There's something, and being close to nature at the same time. In tune with our evolutionary lineage. അതാണ് താങ്കൾ പറഞ്ഞത്. Which to me sounds extremely logical and extremely scientific. At the same time, where a rationalist പറഞ്ഞത്, now we have created a certain social structure and we can thrive in it. So you don't need community. If I get old, I don't need my kids. I don't need my spouse even, in case my spouse passes away, whatever. I have doctors for that. If I have a psychological problem, I am not supposed to be dependent on my relatives or my offspring or my parents. I have psychiatrists and psychologists for it. Embedded, created social structures with assigned responsibilities. ഞാൻ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെ എങ്ങനെ കവറപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ പ്രശ്നമുണ്ട് സാന്തോഷകരമായിട്ട് ആ ഒരു സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ടാവാതെ ജീവിക്കാൻ പറ്റുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ജീവിക്കാൻ പറ്റുന്ന, സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന, ഡോക്ടർ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിനോ എതിരായിട്ടല്ല സംസാരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഒരു വഴിയുണ്ട് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അണ്ടർസ്റ്റുഡ്. നൈസായിട്ട് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത്. ഞാൻ ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ റിലീജിയൻ വേഴ്സസ് സയൻസ്? എവല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല, അതിങ്ങനെ സ്ലോയിലി ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ആ റിലീജിയൻ്റെ പാർട്ടും പതുക്കെ ഇവോൾവ് ചെയ്യും. അത് പഴയൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അറിയാൻ പാടില്ലാത്ത ഭാഗത്തിടുന്ന എക്സ് ഉണ്ടല്ലോ, അതെ, ആ ഗ്യാപ്പിലാണ് റിലീജിയൻ നിൽക്കുന്നത്. ആ എക്സിന്റെ സ്പിരിച്വാലിറ്റി ഭയങ്കര സുഖമുള്ള ഒരു ഫീലിംഗ് ആണ്. കാരണം അപ്പോ അത് പലപ്പോഴും മതങ്ങളിലൂടെയും അത്തരത്തിൽ മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. അതിന് വേറെയും റൂട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമില്ലാത്തൊരു ഓർഗൻ ആണല്ലോ, ഇവോൾവ് ചെയ്തിട്ട് ഒരു അല്ല അങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. The need for the human mind to depend on religion or on a higher power, despite that need not existing now, but the factor is that we are still wired that way. ഒരു എന്താ പറയുന്നത്, അത് ഷുഡൻ ബി ഇവോൾവ്. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്, ആൾക്കാരുടെ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പേരൻസോ അല്ലെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ദൈവത്തിലും പ്രാർത്ഥനയിലും ഒക്കെ വിശ്വസിച്ച് അങ്ങനെ പോന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഞാൻ വേറൊരു തരത്തിലൊരു തിരിച്ചറിവ് കിട്ടിയ ആളാണ്. ദൈവമല്ല സൃഷ്ടിച്ചതെന്നും അല്ലെങ്കിൽ റിലീജിയൻസ് അല്ല സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു തരത്തിൽ സ്വയം റിയലൈസ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് ഈ തിരിച്ച് ഈ വിശ്വാസങ്ങളിലോട്ട് പോകാനുള്ള ബയോളജിക്കൽ സെറ്റപ്പ് ഇപ്പോഴും നമ്മളില്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഒരു 100 പേര് നമ്മൾ എവല്യൂഷണറി ആയിട്ട് അങ്ങനെയുള്ള വിശ്വാസത്തിൽ കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മുടെ. സാഹചര്യങ്ങളും അങ്ങനെയാണ്. കൂടുതൽ സ്ട്രെസ് ഉള്ള കാര്യമാണ് അതല്ല എവല്യൂഷനാണ് ലൈഫിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാനും. അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതൽ നമ്മുടെ ടൈമും നമ്മുടെ എനർജിയൊക്കെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. യു ഡു നോട്ട്, ഐ തിങ്ക്, സബ്സ്ക്രൈബ് ടു എനി ഓർഗനൈസ്ഡ് റിലീജിയൻ അല്ലേ?
ഒന്നുമില്ല, കുട്ടികളെ ഒന്നും അങ്ങോട്ട് വിട്ടിട്ടില്ല. പേഴ്സണലി ഓൾസോ യു ഡോണ്ട് ഫീൽ ദ നീഡ്, ആ ഒരു ക്രച്ചിന്റെ ഒരു ആവശ്യം. പക്ഷെ അത് എല്ലാവരും ഉടനെ മാറണം എന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല. അത് അവരുടെ, പക്ഷെ താങ്കൾക്ക് ആ ക്രച്ചിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ, താങ്കൾക്ക് തന്നെ സെൽഫ് റിയലൈസേഷനും. പിന്നെ ഇപ്പോ നമ്മള് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര മതപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു കുട്ടി പിന്നീട് വളർന്നു വന്ന് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇത്രയും നാളും എന്നെ വേസ്റ്റ് ആക്കി ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോ എനിക്ക് തോന്നിയിട്ട് ഇപ്പോ ഞാൻ കുട്ടികളെ ഒരു തരത്തിലും ആ ഡയറക്ഷനിലോട്ട് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബന്ധിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടല്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫ്രീഡം ഉണ്ട്. അത് മാത്രമല്ല, മറ്റതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ് എവല്യൂഷനും. എന്താ പറയുക, നമ്മൾ സയന്റിഫിക്കലി മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്താ പറയുന്നത്, ടഫായിട്ടുള്ള കാര്യമല്ല. അല്ല, നമുക്ക് സ്വർഗത്തിലെ കുറച്ച് നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്. കാരണം ഇതിപ്പോൾ നമ്മളിപ്പം people like us who live in the cities and wherever towns, 4 walls നകത്താണ് we end up our day. What are some, അപ്പോൾ we are not able to envision. ഞാൻ ഇവിടെ വന്ന ഒരു ടൂറിസ്റ്റ് വന്ന് താമസിക്കുന്ന പോലെ കുറച്ച് ദിവസം താമസിച്ച് പോകുന്നല്ല, someone who lives there. പക്ഷെ സ്വർഗത്തിൽ വന്നാൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഒരു ടൂറിസ്റ്റ് വന്ന് താമസിക്കുന്ന പോലെ എന്താ പറഞ്ഞ തണുപ്പുള്ള സ്ഥലത്ത് പോയി 2 സ്മോളൊക്കെ അടിച്ച് ഫിറ്റായി 2 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മോഡിലേ അല്ല ഞങ്ങൾ അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അത്തരത്തിലുള്ള മദ്യപാനോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുറച്ചുകൂടെ നേച്ചറുമായിട്ടൊന്ന് കണക്ട് ആവാൻ, അല്ലെങ്കിൽ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാം. ഇപ്പോൾ പലപ്പോഴും അവിടെ വരുന്ന ആൾക്കാരുടെ ഒരു സംശയമാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുള്ള ഫുഡ് അവിടെ തന്നെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ്, മിക്കവാറും ഫ്രൂട്ട്സ് എല്ലാം ഓരോ സീസണിൽ മാത്രം ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ഭയങ്കര വലിയൊരു പീരീഡ് അതിന് ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് അരി പോലെ ഇല്ലാത്ത സാധനം, അരി പോലെയുള്ള അല്ലെങ്കിൽ ഗോതമ്പ് പോലെയുള്ള സാധനങ്ങളില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം വർഷം മൊത്തം എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള അവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. വെള്ളം എങ്ങനെ മാനേജ് ചെയ്യാം, ബാക്കി ആനിമൽസുമായിട്ട് എങ്ങനെ ഇടപെടാം. Eldho, what have you learned from animals, at observing animals or other beings while in your life or at Swargam or wherever? Because everybody says, I learned this from that person, this from this person. But what has been your learning? കൂടുതലും പഠിച്ചിട്ടുള്ള അവരെന്നാണ്. അതായത് മനുഷ്യനേക്കാൾ ഏറെ, മനുഷ്യനൊന്നും പഠിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ മനുഷ്യനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ള, അതായത് നമ്മൾ ലോജിക്കൽ ഇന്റലിജൻസ് വെച്ച് വേറെ പല ഉദ്ദേശത്തോടും കൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത്തരത്തിലില്ലാതെ ആ ലോജിക്കൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരു പ്യുവർ നേച്ചറിൽ ജീവിക്കുന്ന മറ്റ് ദുരുദ്ദേശങ്ങളില്ലാത്ത ജീവികളിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട് പല കാര്യങ്ങളും. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിന്റെ അടിസ്ഥാനം എല്ലാം അവിടെ നിന്നാണ്. ശരിക്കും ഒരു ജീവി എങ്ങനെയാണ് പ്രകൃതിയിലേക്ക് ഇടപെടേണ്ടത്. ചില ജീവികളുണ്ട്, ഇപ്പോൾ സിക്കാഡ പോലെയുള്ള ജീവികൾ. സിക്കാഡ ചീവീടില്ലേ, ഒരു ചീവീടിന്റെ ലൈഫ് സൈക്കിൾ നടക്കുന്നത് 20 വർഷം കൊണ്ടാണ്. അത് സിക്കാഡ മരത്തിന്റെ ബാർക്കിലാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ട് ചെറിയൊരു നിംഫോം ഉണ്ടായി, അത് ആ മരത്തിലൂടെ താഴേക്ക് ഇറങ്ങി മണ്ണിനടിയിൽ പോയി ഏതെങ്കിലും ഒരു മരത്തിന്റെ വേരിൽ നിന്ന് അതിന്റെ സാപ്പ് കുടിച്ച് 17 മുതൽ 20 വർഷം മണ്ണിനടി കഴിയും. മണ്ണിനടി കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തില് ആ ജീവി പുറത്തു വന്ന് അതിനെമേജ് ചെയ്യാണ്. ആ ജീവിയുടെ പുറന്തോട് പൊട്ടി അതിൻ്റെ അകത്ത് നിന്ന് പുതിയൊരു ജീവി പുറത്തു വരികയാണ്. ചിറകൊക്കെ ഉള്ള, സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവി പുറത്തു വരുന്നു. അവര് നമ്മള് ചീവീടിന്റെ കരച്ചിൽ എന്നൊക്കെയാ പറയാ. കരച്ചിലേ അല്ല, അത് മേറ്റിംഗ് കോളാണ്. അതിന്റെ ഇണയെ ആകർഷിക്കാനായിട്ടുള്ള പാട്ടാണ് അവർ പാടുന്നത്. ആണുങ്ങളാണ് പാട്ട് പാടുന്നത്. ആണുങ്ങളിരുന്ന് പാട്ട് പാടി ഇണയെ കെട്ടി ഇണ ചേർന്ന് അത് മുട്ടയിട്ട് അത് ചത്തുപോവാണ് ചെയ്യുന്നത്. ഒരു മാസം 2 മാസമൊക്കെ പിന്നീട് ലൈഫുള്ളൂ. ചത്തു, ചെറിയ ജീവിയാണ്. അപ്പോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതായത്
ഒരു മരത്തിന് മുറിവേറ്റാൽ, ഇപ്പോൾ നമ്മൾ പൂക്കാതെ നിൽക്കുന്ന മാവൊക്കെ പൂക്കാനായിട്ട് മോതിരവള ഇടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പരിപാടിയുണ്ട്. മോതിരവളയായിട്ട് ഇടണമെന്നില്ല, ഒരു കത്തി വെച്ച് ചുറ്റും 2 വെട്ടൊക്കെ വെട്ടി കഴിഞ്ഞാൽ പിറ്റേ വർഷം ആ മാവ് കൂടുതൽ പൂക്കും. ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ. ഇപ്പോൾ വെള്ളപ്പൂക്കളെല്ലാം വിരിയുന്നത് രാത്രിയിലാണ്. ഇതുപോലുള്ള ഒബ്സർവേഷൻസ് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും കൂടെ ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകെയുള്ള പോക്കാണ് ഈ കാര്യങ്ങളെല്ലാം പല തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പവർ ഓഫ് ഒബ്സർവേഷൻ. ഇപ്പൊ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, നമ്മളെല്ലാവരും അറിയാവുന്ന ചെടിയാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. അവർക്ക് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ള ഇതിന്റെ എല്ലാം പിന്നിലുള്ള എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. ഇപ്പോ മാവ് പൂക്കുക എന്ന് പറഞ്ഞാൽ മാവിന്റെ സെക്ഷൽ ആക്ടിവിറ്റിയാണത് അല്ലെ. മാവ് പൂത്ത് പുതിയ മാങ്ങ ഉണ്ടായി അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന അവരുടെ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് റീസൺസ്, എവല്യൂഷണറി ആയിട്ട് ആലോചിക്കുമ്പോൾ എല്ലാത്തിനും റീസൺസ് കിട്ടും. അത് ഞാൻ ഇതിന്റെ ഒരു ടേക്ക് ഔട്ട് എടുക്കുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഇന്റലക്ട് ആൻഡ് ഹയർ തിങ്കിങ്, ഒരു പ്രോഗ്രാംഡ് ഡ്യൂട്ടി നമുക്കുണ്ട്. അതെ, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇതാണ്, അതായത് നമുക്കിപ്പോ ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യാണ്, നമ്മളെല്ലാവരും പല സ്പീഷീസാണ്, പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോലികൾ അവിടെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പൂമ്പാറ്റ പോളിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ടീരിയ അവിടെ ഡീകമ്പോസിഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുരങ്ങൻ അവിടെ ഇരുന്ന് സീഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ജോലി ചെയ്ത് ലൈഫ് എന്നുള്ള സിസ്റ്റത്തിനകത്ത് ജീവിക്കാം, അല്ലെ ആ ഓഫീസിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സരീഷിന്റെ ഓഫീസിലാണെങ്കിൽ അങ്ങനെ പല സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്യുന്നില്ല, അപ്പുറത്ത് വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് പുറത്താക്കും അല്ലേ, അല്ലെങ്കിൽ അവിടെ ജോലി ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിലും സംഭവിക്കാൻ സാധ്യത. ഇതുപോലത്തെ ഒരു താങ്കളുടെ ഫിലോസഫിയോ വേ ഓഫ് ലിവിങ്ങിലോട്ട് അടുപ്പമുള്ള എബ്രോഡിൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ താങ്കൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ, ആൾക്കാരുണ്ടോ, സെറ്റപ്പുകളുണ്ടോ? ധാരാളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇസ്രായേലൊക്കെ പോകുമ്പോൾ കിബൂട്ട്സിലാണ് പോയി താമസിക്കാറ്. കിബൂട്ട്സ് അറിയായിരിക്കുമല്ലോ, ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ്. 180-180ഓളം കിബൂട്ട്സ് ഉണ്ട്. ചെറിയ 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 സെറ്റിൽമെന്റ്, സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കുന്ന ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ് ഇതെല്ലാം. അത് ഇസ് ഇറ്റ് ബിക്കോസ് ആസ് എ പ്രാക്ടീസ് ഓഫ് റിലീജിയൻ കൊണ്ട് അങ്ങനെ? റിലീജിയൻ കൊണ്ടല്ല, ആ സസ്റ്റൈനബിൾ ലൈഫ് എന്നുള്ള. ഇപ്പോ നമ്മുടെ ഓറോയിൽ പോണ്ടിച്ചേരിയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ അത്തരത്തില് സസ്റ്റൈനബിൾ ലിവിങ്, നാച്ചുറൽ ലിവിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന് ജീവിച്ച് അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ്, അവിടെയാണ് ഏറ്റവും പ്രധാന ചേഞ്ച് വരുന്നത്. ഞാൻ ജീവിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണെന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ. അവർക്ക് എല്ലാ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണ് കേട്ടോ. എല്ലാ മോഡേൺ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ചെന്നാൽ അവർക്ക് അവരുടെ താമസിക്കാൻ സ്ഥലമുണ്ട്. ആരും പേഴ്സണൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഇക്വാലിറ്റി ഉണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനകത്ത്. എല്ലാ തരത്തിലുള്ള അവസരങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും അത്തരത്തിലുള്ള സ്പേസുകളിൽ നമ്മുടെ ആൾക്കാർ പോയി കാണുകയും അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി പഠിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ കുറെ മാറ്റം ലോകത്ത് അങ്ങനെ പല അതായത് താങ്കൾ പറഞ്ഞ യു ക്യാൻ ബി പ്രോഗ്രസീവ്, യു ക്യാൻ ബി അഡ്വാൻസ് ആൻഡ് സ്റ്റിൽ ഹാവ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി അല്ല പറയുന്നത്, നമ്മൾ ഈ അറിവുകളോടുകൂടി മുന്നോട്ട് പോകുന്നതിനെ പറ്റി, ആരോഗ്യകരമായ സന്തോഷകരമായ അവസ്ഥയിലൂടെ തിരിച്ചു പോകുന്നതിനെ പറ്റിയാണ്. മറ്റേ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും, ഉറപ്പായിട്ടും. ചിലപ്പോൾ മരിക്കാതിരിക്കാൻ വരെ പറ്റും. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളതിനെ പറ്റി അല്ലെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം. അല്ല, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സാസ് കമ്പനീസ് സോഹോ, അതിന്റെ ഫൗണ്ടർ ഇന്ത്യൻ ആണ്, ശ്രീധർ വെമ്പു. വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പുള്ളി അമേരിക്കയൊക്കെ വിട്ടിട്ട് ഈസ് കം വെരി ഒരു സിമ്പിൾ ഗാർബില്, മറ്റേ ഷർട്ടും വേഷ്ടിയൊക്കെ ഇട്ട് ഒരു സൈക്കിളൊക്കെ ഓടിച്ച് തമിഴ്നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടാണ് പുള്ളി ആ കമ്പനി അവിടെ നടത്തുന്നതും ഈ പറഞ്ഞ ആ ഒരു സോഷ്യൽ സെറ്റപ്പ് പുള്ളി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇറീകൺസൈവബിൾ അല്ലേ എന്നുള്ളത് നോക്കുമ്പോൾ രണ്ടും യു ക്യാൻ ടേക്ക് ഇറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ളൊരു
തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. മനസ്സിലായി, കറക്റ്റ്. ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഇസ്രായേലിൽ ഒരു മാംഗോ ഫാമിൽ ചെല്ലുമ്പോൾ അയാൾ ഇസ്രായേലിൽ ജീവിക്കുന്ന പോലും ഇല്ല. അയാളുടെ മൊബൈൽ ഫോണിലാണ് കൃഷി ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. തോട്ടം കാണാൻ പറ്റും. ഓരോ ചെടിക്കും എന്തൊക്കെ ആവശ്യമുണ്ട് എല്ലാം സെൻസേഴ്സ് വയ്ക്കുന്നത്. മണ്ണിലൊക്കെ പലതരത്തിലുള്ള സെൻസേഴ്സ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും അയാളുടെ പാം ടോപ്പിലെത്തും. ഒരു ചെടിക്ക് ഇച്ചിരി എന്തെങ്കിലും യൂറിയ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഫെർട്ടിഗേഷന്റെ അകത്ത് അതിങ്ങോട്ട് ഞാൻ അനദർ പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഇപ്പം യു ഗാർണേർഡ് സം ഫെയിം ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കാരണം സ്റ്റാർട്ടഡ് ഇപ്പം സ്വർഗവും ഉട്ടോപ്പിയയും മറ്റേ ഫുഡ് ഫോറസ്റ്റും ഒരുപാട് കോൺസെപ്റ്റ് തിങ്ക് ദേ ഹാവ് കം ടു ദ ലൈം ലൈറ്റ്. ആർ മീഡിയ ഹാസ് കവേർഡ് ഇറ്റ് എന്നത്. പക്ഷെ ഈ എൽഡോയുടെ നമ്മുടെ ആൾക്കാരുടെ ബയസ് ഉണ്ടല്ലോ. താങ്കളുടെ ഈ അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈലും അപ്പിയറൻസും ഇത് വെച്ചിട്ട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ആൾക്കാരുടെ പെർസെപ്ഷൻ. അതായത് ഇദ്ദേഹം ഹിപ്പിയാണ്, മറ്റേ ഈ എന്താ പറയുന്ന ഈ ഡ്രഗ്സും ഇങ്ങനെയൊക്കെയാണ് ആയിരിക്കും അവിടെ. മറ്റേ ഈ പണ്ടത്തെ നമ്മുടെ 60s ഒരു പെർസെപ്ഷൻ അല്ല. 2-3-4 പേര് ഡ്രഗ്സും വലിച്ച് ഗിറ്റാറും പിടിച്ച് ഇട്ടിട്ട് അങ്ങനത്തെ ഈ ഒരു ബോൺ ഫയറിന്റെ ചുറ്റും ഒരു ഇതുണ്ടല്ലോ, ഒരു പെർസെപ്ഷൻ. അങ്ങനെ താങ്കൾക്ക് നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ പെർസെപ്ഷൻ ഉണ്ടല്ലേ? അതിന്റെ പാർട്ടായിട്ട് ഇപ്പോഴും ഉണ്ടല്ലേ? അത് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പല മീഡിയയിലും അതിനെപ്പറ്റി എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ പെർസെപ്ഷൻ. ഹൗ ഡു യു കൺഫ്രണ്ട് ദാറ്റ്? അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഹൗ യു കൺഫ്രണ്ടഡ് ആൻഡ് ആൻസർ? ഇങ്ങനെ എന്ത് പറയുന്നത്, പാര വെക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാൻ ആൾക്കാർ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ അത് പാര വെക്കാനോ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു വിശ്വാസം. ഒരാൾ താടി വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ലൈഫിൽ നിന്ന് മാറി വേറൊരു ആശയം പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തോ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായ പ്രശ്നം എന്നൊക്കെയാണ് ആരോപിക്കപ്പെടുക. സോ ഇഫ് യു മീറ്റ് സമവൺ ഹു ഹാസ് ദാറ്റ് പെർസെപ്ഷൻ, വാട്ട് വുഡ് യു ടെൽ ഹിം? പക്ഷെ അങ്ങനെ കാണുന്നവർക്ക് അങ്ങോട്ട് വരാനും താല്പര്യമില്ല. അപ്പൊ എന്നെ കൂടി അങ്ങോട്ട് കൊടുക്കാൻ ഒരു നോബൽ തിങ്കിങ് ആണ്. നോബൽ തിങ്കിങ് നോട്ട് ബേസ്ഡ് ഓൺ സം ബേസ് ഇല്ലാത്ത ഒരു മൊറാലിറ്റി അല്ല, സ്പിരിച്വാലിറ്റി അല്ല. സയന്റിഫിക്കും എവല്യൂഷണറി ബേസിസിലൊരു നോബൽ തിങ്കിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്റെ പെർസെപ്ഷൻ എൽദോ പറഞ്ഞതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് ഇത് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദിസ് ട്രൂത്ത് സീംലെസ്ലി നേച്ചറായിട്ട് ഫിറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾക്ക് വൈ ആറന്റ് യു ജസ്റ്റ് തിങ്ക്, ഐ മീൻ യു ക്യാൻ മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നോ? യു ക്യാൻ ലിവ് ഇൻ ദാറ്റ് പാരഡൈസ് യുവർ സെൽഫ്. വൈ ഡു യു വാണ്ട് ടു propagate this kind of a philosophy? You know, because in today's world, when someone strikes gold, he doesn't want to share it. He just, I mean, your life, you have one life, you can live it happily. Where does the sense of sharing and... അതിൻ്റെ ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. Okay. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണല്ലോ. ചെറിയൊരു ഡോപ്പമിൻ ഈ ഷെയറിംഗിലും ഉണ്ട് സന്തോഷം. തീർച്ചയായിട്ടും ഉണ്ട്. പോപ്പുലറൈസ് ചെയ്യുന്നു. പിന്നെ ഒന്നും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കാതെ ഈ ഉണ്ടാവുന്നതും എല്ലാം ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് അത് മാത്രമല്ല, ഐ തിങ്ക് വെൻ യു സീ ദി ബെനിഫിറ്റ്സ് ദാറ്റ് അതർ പീപ്പിൾ ഹാവ് അച്ചീവ്ഡ് ബിക്കോസ് ഈ ഒരു ലൈഫ് സ്റ്റൈലോ ഫിലോസഫി അവർ അഡോപ്റ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ഈ സന്തോഷം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവൻ ഇൻ ടേംസ് ഓഫ്, I think when we met, right, many years back, I think subconsciously or consciously I have imbibed many of the good living practices from our discussions, and it has benefited me. I mean, you know, എന്തൊരു ട്രാൻസ്ഫോർമേഷനും താങ്കൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. സോ അതൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും. Not in just your life, someone else's life also. നമുക്കിപ്പോ ഒരാൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും, ഒരാളൊരു നല്ല അഭിപ്രായം അതിനെ പറ്റി പറയുമ്പോൾ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. അത് ഇപ്പൊ നമ്മൾ വളരെ ചെറുതായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോ നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ടൊരു ജീവിതം ഉണ്ടെന്നും അത് ആരോഗ്യകരമാണെന്നും
അതിന് സുഖവും സന്തോഷവും തരാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാണ്. സോ സയൻസിനെല്ലാം മെഷറബിൾ ആയിരിക്കണമല്ലോ. അതെ. അപ്പൊ മെഷറബിൾ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാനും പറ്റത്തില്ല. ഇല്ല. ഇപ്പൊ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ പറ്റി എങ്ങനെയാണ് സയൻസിന്, അത് ഏതൊക്കെ കെമിക്കലാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന്, ആ കെമിക്കൽസ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, ആ ഒരു തലത്തിലേക്ക് സയൻസിന് പോകാൻ പറ്റും. പക്ഷെ ഇതുവരെ കോൺഷ്യസ്നെസിന്റെ ക്രാക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്പിരിച്വാലിറ്റി കുറച്ച് സമയം എടുക്കും, കഷ്ടപ്പെടും തീർച്ചയായിട്ടും. കാരണം അത് നമുക്ക് അത്രയേറെ എവല്യൂഷണറി എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഇന്ന് നമ്മൾ പറയുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മതങ്ങളുടെ പുറകെ ഇത്രയും ആൾക്കാർ, അല്ലെ ദൈവം എന്നുള്ള കോൺസെപ്റ്റിന് പുറകെ ഇത്രയും ആൾക്കാർ നിൽക്കണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടല്ലോ. അല്ല, ഈ നെഗറ്റീവിന്റെ കൂടെ തന്നെ പോസിറ്റീവ് റാമിഫിക്കേഷൻസ് ഉണ്ട്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും മതം എന്ന് മാത്രമല്ല, എന്ത് ഇസങ്ങളായാലും എഴുതപ്പെട്ടു പോയതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചില ബുക്ക് 2000 വർഷം മുമ്പ് എഴുതിയത്, ചിലത് 1500 വർഷം മുമ്പ് എഴുതിയത്, ചിലത് 200 വർഷം ആയപ്പോൾ. മനസ്സിലായി. ഇത് അന്ന് എഴുതപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ അറിവ് വെച്ചാണ് അത് എഴുതപ്പെട്ടെന്നുള്ള ആലോചിക്കണം. അന്ന് മനുഷ്യനുണ്ടായിരുന്ന അറിവുകളായിരുന്നു. കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. അതിന് പിന്നീട് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന അത് ഫിക്സഡാ, പിന്നെ ഇവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കാലം മാറുന്നുണ്ട്, കാലഘട്ടങ്ങൾ മാറും. അത് അന്ന് എഴുതിയത് ഇന്ന് ടൈംലെസ് ആണെന്നുള്ള വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണല്ലോ. പൂർണ്ണമായിട്ടായിരിക്കില്ല, അതിന്റെ അകത്ത് കാര്യങ്ങളുണ്ടാവും. ഇവോൾവ് ചെയ്യേണ്ട പല ഭാഗങ്ങളും അതിന്റെ അകത്തുണ്ട്. അതിന് ഇവോൾവ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുക, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ഇവോൾവ് ചെയ്യണോ അതോ മൊത്തത്തോടെ ബഹിഷ്കരിക്കണോ എന്നുള്ളതാണ്. അതിപ്പോ ഓരോരുത്തരുടെയും അനുസരിച്ചാണ്. ഞാനങ്ങനെ എല്ലാത്തിനും പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുന്ന ഒരു രീതിയില്ല. അതിൻ്റെ അകത്ത് എല്ലാത്തിനകത്തും കാര്യങ്ങളുണ്ട്. ഇല്ല, അറ്റ്ലീസ്റ്റ് ആ കാലഘട്ടത്തിൽ ഒരു ഹിസ്റ്ററി എങ്കിലും അതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു നിലയിലാണ് എന്നെ കാണുന്നത്. So Eldho, and we're just wrapping up the session here, and obviously ഒരു part 2 we would want to have, and നിങ്ങളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇനിഷ്യേറ്റീവ്സും പ്രോജക്ട്സിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റും പുതിയ ഡെവലപ്മെന്റ്സും ഇതിന്റെ ഒരു എന്താ പറയുന്ന അഡോപ്ഷനെ പറ്റിയൊക്കെ ഉള്ള ഒരു നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ എന്തായാലും we will have to have. So look forward to having you again. Okay. Thanks a lot for making the time and coming here. It was such an enriching and enlightening session. Thank you. Thank you very much.